أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين، أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألف لام ميم. ذلك الكتاب لا ريب فيه هدى للمتقين. സഹോദരന്മാരെ, സഹോദരികളെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിൽ തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് എല്ലാവരെയും ഒറ്റ വാക്കിൽ ഉണർത്തുന്നു. ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ അധ്യായം സൂറത്തുൽ ഫാത്തിഹ 4 ക്ലാസ്സുകളിലായി നമ്മൾ സംക്ഷിപ്തമായി വിശദീകരിച്ചു. ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്ത് വിശദീകരിച്ചപ്പോൾ ഓരോ ആയത്തിൻ്റെ അർത്ഥവും നമ്മൾ പ്രത്യേകം പറഞ്ഞിട്ടില്ല. അതൊന്ന് പറഞ്ഞ് ഇൻഷാ അല്ലാഹ് സൂറത്തുൽ ഫാത്തിഹയുടെ തുടർച്ചയായ ഖുർആനിലെ ഏറ്റവും വലിയ സൂറത്തായ ബഖറയിലേക്ക് ഇൻഷാ അല്ലാഹ് നമ്മൾ പ്രവേശിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹുവിൻ്റെ നാമത്തിൽ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സർവസ്തുതിയും സർവലോക സംരക്ഷകനായ അല്ലാഹുവിനാകുന്നു. അർ-റഹ്മാനുർ റഹീം. പരമകാരുണികനും കരുണാനിധിയുമായ. മാലിക് യൗമിദ്ദീൻ. പ്രതിഫല ദിവസത്തിൻ്റെ ഉടമസ്ഥനുമായ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. നേരായ മാർഗത്തിലേക്ക് നീ ഞങ്ങളെ ചേർക്കണമേ. സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം. അതായത് നീ അനുഗ്രഹിച്ച, ദീനനുസരിച്ച് ജീവിക്കുന്ന മുൻഗാമികളുടെ മാർഗത്തിലേക്ക്. ഗൈരിൽ മഗ്ദൂബി അലൈഹിം. നിന്റെ കോപത്തിന് ഇരയായവരുടെ മാർഗത്തിലല്ല. വലദ്ദാല്ലീൻ. വഴി പിഴച്ചവരുടെയും മാർഗത്തിലല്ല. ആമീൻ. അല്ലാഹുവേ, ഈ പ്രാർത്ഥന നീ സ്വീകരിക്കണമേ. ഇതാണ് ഓരോ ആയത്തിൻ്റെ അർത്ഥം. ഈ ആയത്ത്, ഈ സൂറത്തു സ്വലാത്ത് എന്നറിയപ്പെടുന്ന നമസ്കാരത്തിൽ ഓതൽ നിർബന്ധമുള്ള സൂറത്താണ്. അതിൽ ഓരോ ആയത്തിനോടും അള്ളാഹു കാണിക്കുന്ന പ്രതികരണം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹ് പറഞ്ഞതായി, നമസ്കാരത്തെ ഞാൻ എൻ്റെയും എൻ്റെ അടിമയുടെയും ഇടയിൽ വീതിച്ചിരിക്കുന്നു, പകുതിയും പകുതിയാക്കിയിരുന്നു. ഇതാ ഖാലൽ അബ്ദു. ഒരടിമ പറഞ്ഞാൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് ഒരടിമ ഓതുമ്പോൾ അതിനോട് അള്ളാഹ് പ്രതികരിക്കും, ഹമിദനി അബ്ദി. എൻ്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നു എന്ന് അള്ളാഹു പറയും. ഇദാ ഖാലൽ അബ്ദു അർ-റഹ്മാനുർ റഹീം. ഒരടിമ അർ-റഹ്മാനുർ റഹീം എന്ന് ഓതുമ്പോൾ അള്ളാഹു പറയും, അസ്നാ അലയ്യ അബ്ദി. എൻ്റെ അടിമ എന്നെ പുകഴ്ത്തിയിരിക്കുന്നു എന്ന് അള്ളാഹു പറയും. ഇദാ ഖാലൽ അബ്ദു മാലിക് യൗമിദ്ദീൻ. മാലിക് യൗമിദ്ദീൻ എന്നൊരടിമ ഓതുമ്പോൾ അള്ളാഹു പറയും, മജദനി അബ്ദി. എൻ്റെ അടിമ എന്നെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നൊരടിമ ഓതുമ്പോൾ അള്ളാഹു പറയും, അത് ഞാനും എൻ്റെ അടിമയും തമ്മിലുള്ള ബന്ധമാണ്. എന്താണോ എൻ്റെ അടിമ ചോദിച്ചത് ഞാൻ അത് അവന് നൽകുന്നതാണ്. തുടർന്ന് ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം മുതൽ വലദ്ദാലീൻ വരെ ഓതിയാൽ അള്ളാഹു പറയും, എൻ്റെ അടിമ എന്നോട് എന്താണോ ചോദിച്ചത് അത് അവനുണ്ട്. ഇങ്ങനെ അള്ളാഹു നമ്മോട് പ്രതികരിക്കുന്നുണ്ട് എന്ന കാര്യവും കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇത് ഓതേണ്ട സന്ദർഭങ്ങൾ, ഒന്ന്, നമസ്കാരത്തിൽ അത് നിർബന്ധമാണ്. ലാ സ്വലാത്ത ലിമൻ ലം യഖറ ബി ഫാത്തിഹത്തിൽ കിതാബ്. ഫാത്തിഹ ഓതാത്തതിന് നമസ്കാരമില്ല എന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചിട്ടുണ്ട്. മയ്യത്ത് നമസ്കാരത്തിൽ ആദ്യത്തെ തക്ബീറിൽ നമ്മൾ ഓതേണ്ടത് സൂറത്തുൽ ഫാത്തിഹയാണ്. അതേപോലെ തന്നെ രാത്രി കിടക്കുന്ന സമയത്ത് ഒരുപാട് സൂറത്തുകൾ ഓതേണ്ടതുള്ളതിൽ വളരെ പ്രധാനപ്പെട്ട സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. കൂടുതൽ വിശദീകരണവും പഠനമൊക്കെ സ്വയം നടത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ സൂറത്തുൽ ഫാത്തിഹയുടെ തുടർച്ചയായ സൂറത്തുൽ ബഖറയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഖുർആനിലെ ഏറ്റവും വലിയ സൂറത്താണ് സൂറത്തുൽ ബഖറ. 286 വചനങ്ങൾ ഈ സൂറത്തിലുണ്ട്. മദനിയായിട്ടാണ് അറിയപ്പെടുന്നത്. ചില ആയത്തുകൾ മക്കയിൽ അവതരിച്ചതാണ് എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. സൂറത്ത് ബഖറ മദനി ആയിട്ടാണ് എണ്ണുന്നത്. 2 വിഭാഗം സൂറത്താണല്ലോ ഉള്ളത്, മക്കി സൂറത്ത്, മദനി സൂറത്ത്. എന്താ തമ്മിലുള്ള വ്യത്യാസം? മക്കി സൂറത്ത് എന്ന് പറഞ്ഞാൽ ഹിജ്റക്ക് മുമ്പ് ഇറങ്ങിയത്, മദനി എന്ന് പറഞ്ഞാൽ ഹിജ്റക്ക് ശേഷം ഇറങ്ങിയത്. അതാണ് ആ 2 സൂറത്തുകൾ തമ്മിലുള്ള വ്യത്യാസം. ആ കൂട്ടത്തിൽ
മദനി കൂട്ടത്തിലാണ് സൂറത്തുകളിലാണ് പണ്ഡിതന്മാർ സൂറത്തുൽ ബഖറയെ എണ്ണിയിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അഅ്ളമു ആയ, ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്ത് ഈ സൂറത്തിലാണ്. അത് ആയത്തുൽ കുർസിയ. ആയത്തുൽ കുർസി ഓതുന്നതിൻ്റെ പ്രതിഫലം, നമസ്കാര ശേഷം ആയത്തുൽ കുർസി ഓതുന്നവന് മരണമല്ലാതെ സ്വർഗപ്രവേശനത്തിന് തടസ്സമില്ല. നമസ്കരിച്ചിരുന്നിട്ട് ഒരാൾ ആയത്തുൽ കുർസി ഓതിയാൽ അയാൾക്ക് പിന്നെ സ്വർഗത്ത് പോകാനുള്ള തടസ്സം അയാൾ മരിച്ചിട്ടില്ല എന്നത് മാത്രമാണ്. ഒന്ന്. രണ്ട്, ഖബർ ശിക്ഷയിൽ നിന്ന് തടുക്കുന്ന ആയത്താണ് ആയത്തുൽ കുർസി. അതേപോലെ രാത്രി കിടക്കുമ്പോൾ ഒരാൾ ആയത്തുൽ കുർസി ഓതിയാൽ പുലരുവോളം അവരെ സംരക്ഷിക്കാൻ അള്ളാഹു മലക്കൾ ഏർപ്പാടാക്കും എന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അത് ഈ സൂറത്തിലാണ്. ആയത്തു ദൈൻ, ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത്, കടവുമായി ബന്ധപ്പെട്ട ആയത്ത് ഈ സൂറത്തിലാണ്. അതിൽ നിന്ന് തന്നെ സാമ്പത്തികമായ കാര്യങ്ങൾക്ക് ഇസ്ലാം നൽകുന്ന പ്രാധാന്യം എന്താണ് ആ ആയത്തിലുണ്ട്. അത് ഏതൊരു ആളോട് കടം വാങ്ങുകയാണെങ്കിൽ നമ്മൾ പാലിക്കേണ്ട നിയമത്തെ പറ്റിയാണ് ആ ആയത്തിലെ പരാമർശം. അതുകൊണ്ട് ആർക്കും ഒരു സാമ്പത്തിക നഷ്ടം നമ്മുടെ കാരണമായി ഉണ്ടായിക്കൂടാ എന്നതിൽ അള്ളാഹ്ക്കുള്ള നിർബന്ധ ബുദ്ധി. ഇത് നമ്മുടെ സമൂഹത്തിൽ പരിശോധിച്ച് നോക്കിയാൽ ഒട്ടുമിക്ക ബന്ധങ്ങളും തകർന്നു പോയത് സാമ്പത്തികമായി ഇടപാടിലൂടെയാണ് നമ്മൾക്കറിയാം. ഇപ്പൊ ഗൾഫിൽ 15 കൊല്ലത്തോളം കൂടെ ഉണ്ടായിരുന്ന 2 സുഹൃത്തുക്കൾ നാട്ടിലേക്ക് തിരിച്ചു വരുന്നു. രണ്ടാളും കച്ചവടം തുടങ്ങുന്നു. രണ്ടാളും വിശ്വാസത്തിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പണം കൊടുക്കുന്നു. ഈ ആയത്തിൽ പറഞ്ഞ ഒരു കാര്യം ചെയ്തില്ല. അവസാനം കച്ചവടം നഷ്ടമായപ്പോൾ തെറ്റി. പിന്നെ കൊടുത്തോനും വാങ്ങിയവനും കണക്കില്ല, കൊടുത്തു ഇവൻ കിട്ടിയില്ല എന്ന് മറ്റവൻ, അങ്ങനെ ആജീവനാന്ത ശത്രുക്കളായി മാറി എത്രയോ അനുഭവങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. എന്തുകൊണ്ടാണ്? അള്ളാഹിന്റെ കൽപ്പന അനുസരിച്ചല്ല കടം കൊടുത്തതും വാങ്ങിയതും. അതുകൊണ്ടാണ്. അത് ഈ ആയത്ത് സൂറത്തുൽ ബഖറയിലാണുള്ളത്. അതേപോലെ തന്നെ ഈ സൂറത്തിന്റെ അവസാനത്തിൽ ആമന റസൂൽ എല്ലാവർക്കും അറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, രാത്രി ഒരാൾ കിടക്കുമ്പോൾ ആമന റസൂലു എന്ന് ആ 2 ആയത്തുകൾ ഓതിയാൽ കഫത്താഹു, അത് എല്ലാത്തിനും മദീന, അവനെ സംരക്ഷിക്കാനും അവനെ എന്തെങ്കിലും മരിച്ചാൽ സ്വർഗം നൽകാനും എല്ലാത്തിനും മതിയായതാണ് ആമന റസൂലു എന്ന് തുടങ്ങുന്ന ആ 2 ആയത്തുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, രാത്രി ഒരാൾ അത് ഓതിയാൽ അതോടുകൂടെ സൂറത്തുൽ ഇഖ്ലാസും, ആമന റസൂലും സൂറത്തുൽ ഇഖ്ലാസും രാത്രി ഒരാൾ ഓതി കിടക്കുകയാണെങ്കിൽ അയാൾ രാത്രി പകുതിയോളം നമസ്കരിച്ച കൂലി കിട്ടും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സ്വഹാബികൾ എന്ത് ചെയ്തു? ഇത് മറന്നു പോവാതിരിക്കാൻ വേണ്ടി ഇഷാന്റെ സുന്നത്തിൽ ഇത് 2 ഓതും. ആദ്യത്തെ റക്അത്തിൽ ആമന റസൂൽ ഓതിയാൽ രണ്ടാമത്തെ റക്അത്തിൽ ഇഖ്ലാസ് ഓതും. അത് സുന്നത്തല്ല. പിന്നെ എന്തിനാ അങ്ങനെ ഉണ്ടാക്കിയത്? ഇത് മറന്നു പോവാതിരിക്കാൻ. അതാണ് സൂറത്തുൽ ബഖറയുടെ മറ്റൊരു പ്രത്യേകത. അതേപോലെ ഖുർആൻ അവസാനത്തെ ആയത്ത് ഏതാണ്? സൂറത്തുൽ ബഖറയിലെ 281 ആയത്ത്, വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് സുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത് വഹും ലാ യുദ്ലമൂൻ. അതാണ് ഖുർആനിലെ അവസാനത്തെ ആയത്ത് എന്ന് റഈസുൽ മുഫസ്സിരീൻ എന്നറിയപ്പെടുന്ന, ഖുർആൻ വ്യാഖ്യാതാക്കളുടെ നേതാവ് എന്നറിയപ്പെടുന്ന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണാം. ഇത് ഈ സൂറത്തുൽ ബഖറയിലാണ്. അതുകൊണ്ട് ആ സൂറത്തുൽ ബഖറയാണ് നമ്മൾ പഠിക്കാൻ ആരംഭിക്കുന്നത്. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരുപാട് വർഷങ്ങൾ എടുത്തിട്ടാണ് സൂറത്തുൽ ബഖറ പഠിച്ചത്. അതുകൊണ്ട് അങ്ങനെ ഒരു ശ്രമത്തിലേക്ക് ഇറങ്ങുമ്പോൾ പരിശുദ്ധ ഖുർആന്റെ എസെൻസിലേക്ക് നമ്മൾ ഇറങ്ങുകയാണ്. അപ്പം നമ്മൾക്കൊരു പ്രാർത്ഥന ഉണ്ടാവണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന ഉണ്ട്. അല്ലാഹുമ്മ ഇന്നി അബ്ദുക, അല്ലാഹുവേ ഞാൻ നിന്റെ അടിമയാണ്. വബ്നു അമതിക്, നിന്റെ അടിമയായ ഒരു പെണ്ണിന്റെ മകനാണ് ഞാൻ. വബ്നു അബ്ദിക്, നിന്റെ അടിമയായ ഒരാണിന്റെ പുത്രനാണ്. നാസിയത്തി ബിയദിക്, എൻ്റെ മൂർധാവ് നിന്റെ കരങ്ങളിലാണ്. മാളിൻ ഫിയ ഹുക്കുമുക്, എൻ്റെ വിഷയത്തിൽ എല്ലാ കാര്യത്തിലുള്ള തീരുമാനം കഴിഞ്ഞു പോയിട്ടുണ്ട്. ഞാൻ എത്ര കൊല്ലം ജീവിക്കണം, എങ്ങനെയൊക്കെ ആവണം, എവിടെയൊക്കെ എത്തണം, എവിടെ അവസാനിക്കണം, ഇതൊക്കെ കഴിഞ്ഞു പോയി. അദിലും ഫിയ ഖളാഉക്, നീ എൻ്റെ വിഷയത്തിൽ എനിക്കെൻ്റെ ജീവിതത്തിൽ വിധിച്ചിട്ടുള്ള എല്ലാ നെഗറ്റീവും പോസിറ്റീവാണ്. അതിൽ നീതിയുണ്ട്. നീ എന്നെ ദരിദ്രനാക്കിയതിൽ, നീ എന്നെ യതീമാക്കിയതിൽ നിനക്ക് നിന്റേതായ ഒരു നീതിയുണ്ട്. അനീതിയായിട്ട് നീ എന്നോടൊന്നും ചെയ്തിട്ടില്ല. അല്ലാഹുമ്മ ജഅലിൽ ഖുർആന റബീഅ ഖൽബി വജലാഅ ഹുസ്നി വദഹാബ ഹമ്മി. പടച്ചോനെ, ഈ ഗ്രന്ഥത്തെ നീ എനിക്ക് എൻ്റെ മനസ്സിൻ്റെ വസന്തമാക്കി നൽകണമേ റബ്ബേ. എൻ്റെ എല്ലാ ദുഃഖങ്ങളും പ്രയാസങ്ങളും
ഈ ഖുർആനിലൂടെ നീ നീക്കിത്തരണം റബ്ബേ എന്ന പ്രാർത്ഥന എപ്പോഴും മനസ്സ് വളരെ തളരുമ്പൊക്കെ അള്ളാഹുവിൻ്റെ റസൂൽ നടത്തിയ സംഗതിയാണ്. ഈ പരിശുദ്ധ ഖുർആൻ പഠനത്തിലേക്ക് ഇറങ്ങുന്നത് മുതൽ നമ്മുടെ എല്ലാ ദുഃഖങ്ങളും പ്രയാസങ്ങളും, ശാരീരിക പ്രയാസമുള്ളവരുണ്ട്, മാനസികമായി ടെൻഷൻ അനുഭവിക്കുന്ന ആളുകളുണ്ട്, സാമ്പത്തിക രംഗത്ത് പ്രയാസം അനുഭവിക്കുന്ന ആളുകളുണ്ട്, മനസ്സിന് പറയാൻ പറ്റാത്ത ഒരുപാട് പ്രയാസവും ദുഃഖവും ഒക്കെ കടിച്ചിറക്കി ജീവിക്കുന്ന ആൾ നമ്മൾക്കിടയിലുണ്ട്, ഈ ഗ്രൂപ്പിലുണ്ട്, നമ്മുടെ നാട്ടിലുണ്ട്. എല്ലാവർക്കും അള്ളാഹു ഈ ഖുർആൻ പഠനത്തിലൂടെ സുഖവും സന്തോഷവും റാഹത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പം അങ്ങനെ ഒരു പഠനത്തിലേക്കാണ് നമ്മൾ ഇറങ്ങുന്നത്. മറ്റൊന്ന്, സൂറത്തുൽ ബഖറയെ പറ്റി അതിൻ്റെ മഹത്വം ഇനിയും തുടർന്നുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ലാ തജ്അലു ബുയൂതകും മഖാബിറ, നിങ്ങൾ നിങ്ങളുടെ വീടുകളെ ഖബറുകളാക്കരുത് എന്ന് പറഞ്ഞാൽ, ഒരു വീട്ടിൽ വെച്ച് സൂറത്തുൽ ബഖറ ഓതുകയാണെങ്കിൽ പിശാച് ആ വീട്ടിൽ നിന്ന് വിരണ്ടോടും. ഒരുപാട് പാഠങ്ങൾ ഈ ഹദീസിലുണ്ട്. ഒന്ന്, നിങ്ങൾ ഖബർസ്ഥാൻ ആക്കരുത് വീട് എന്ന് പറഞ്ഞാൽ അവിടെ ഖുർആൻ ഓതണം എന്ന് പറഞ്ഞാൽ ഖബർസ്ഥാനിൽ ഖുർആൻ ഓതുന്ന ഏർപ്പാട് ഇസ്ലാമിൽ ഇല്ല എന്ന് മനസ്സിലായല്ലോ. ഖുർആൻ ഓതാത്ത വീടിന് അള്ളാഹുവിൻ്റെ റസൂൽ ചേർത്ത് പറഞ്ഞത് ഖബറിനോടാണ്, മഖബറിനോടാണ്, ശ്മശാനത്തോടാണ്. അങ്ങനെ ആവരുത്. നിങ്ങൾ അവിടെ സൂറത്തുൽ ബഖറ ഓതണം. എന്തിന്? ആ വീട്ടിൽ പിശാചിൻ്റെ യാതൊരു ഉപദ്രവവും ഉണ്ടാവില്ല എന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് കാണാം. അൽ ബഖറ സിനാമുൽ ഖുർആൻ വദിർവത്തു, ഖുർആന്റെ കടിഞ്ഞാണാണ് സൂറത്തുൽ ബഖറ. ഒരു കുതിരയെ നിയന്ത്രിക്കുന്ന ഏതാണ്? കുതിരന്റെ കടിഞ്ഞാണാണ്. കുതിരന്റെ സ്പീഡ് കുറക്കാനും കൂട്ടാനും കയറാനും ഇറങ്ങാനും ഒക്കെ ഈ കടിഞ്ഞാണിലൂടെയാണ് കുതിരനെ ഓടിക്കുന്ന ആള് കുതിരക്ക് സിഗ്നൽ കൊടുക്കുക. അതനുസരിച്ചാണ് കുതിര മുന്നോട്ട് പോവുക. അതേപോലെയാണ് സൂറത്തുൽ ബഖറ. വദിർവത്തു, പൂഞ്ഞ എന്ന് പറഞ്ഞാൽ പോത്ത് മൂരിൻ്റെ ഒക്കെ മുകളിൽ രണ്ട് കാല് കൂടുന്നിടത്ത് ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നേ ഒരു കാളക്കൊക്കെ ഏറ്റവും ഭംഗി ഉണ്ടാവല് ആ പൂഞ്ഞയാണ്. അതുപോലെ ഖുർആന്റെ ഭംഗി ഏറ്റവും കൂടുതൽ കാണുന്നത് സൂറത്തുൽ ബഖറയിലാണ്. നസല മഅകുല്ല ആയത്തിൻ മിന്നാ സമാനൂന മലക്കൻ, ഓരോ ആയത്ത് സൂറത്തുൽ ബഖറയിൽ ഇറങ്ങുമ്പോഴും 80 മലക്കുകൾ കൂട്ടമായി വന്നിട്ടാണ്, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൂടെ വന്നിട്ടാണ് ഖുർആനിലെ ഓരോ ആയത്തും അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഓതിക്കൊടുത്തത് എന്ന് നമുക്ക് ഹദീസിൽ കാണാൻ കഴിയും. മറ്റൊന്ന്, ഖാല അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാം. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞാൽ ഖുർആൻ ഓത്തിൽ A+ കിട്ടിയ ആളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ പാരായണം കേൾക്കാൻ ആഗ്രഹിക്കാറുണ്ടായിരുന്നു, അദ്ദേഹത്തെ കൊണ്ട് പാരായണം ചെയ്യിപ്പിക്കാറുണ്ടായിരുന്നു. അദ്ദേഹം പറയുന്നുണ്ട്, മൻ ഖറഅ 10 ആയാത്തി മിന സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറയിലെ 10 ആയത്ത് ഒരാൾ രാത്രി ഓതുകയാണെങ്കിൽ ആ വീട്ടിൽ ഒരിക്കലും പിശാച് പ്രവേശിക്കൂല. ഏതൊക്കെയാണ് ആയത്ത്? 4 മിൻ അവലിഹ, 4 ആയത്ത് ആദ്യത്തിലുള്ളത് 4. ആയത്തുൽ കുർസി, 5ാമത്തെ ആയത്തുൽ കുർസി. ആയത്താനി ബഅദ, ആയത്തുൽ കുർസിന് ശേഷമുള്ള 2 ആയത്ത്. സലാസു ആയാത്തി മിൻ ആഖിരിഹ, അവസാനത്തെ 3 ആയത്ത് ആമന റസൂൽ അടക്കമുള്ള ആയത്ത്. ഇങ്ങനെയുള്ള 10 ആയത്ത് ഒരാൾ രാത്രി ഓതുകയാണെങ്കിൽ പിശാചിന്റെ യാതൊരു ദുഷ്പ്രേരണയോ ഒന്നും ആ വീട്ടിൽ ഒരാളെയും ബാധിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാം. അതേപോലെ ഒരു യാത്രാ സംഘത്തെ യാത്രയാക്കുമ്പോൾ ആരെ അമീറാക്കണം? ഓരോരുത്തരുടെ ഖുർആനിലെ അറിവ് റസൂൽ പരിശോധിക്കുക. അതിൽ ഒരാൾ പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, ഞാൻ സൂറത്തുൽ ബഖറയും പഠിച്ചിട്ടുണ്ട്, വേറെ കുറെ സൂറത്തും പഠിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിനോട് ചോദിച്ചു, ആ മഅക സൂറത്തുൽ ബഖറ, താങ്കളുടെ കൂടെ സൂറത്തുൽ ബഖറ ഉണ്ടോ? ഉണ്ട്. എങ്കിൽ ഇതോ നീ പോയിക്കോ, അൻത അമീറും, നീയാണ് അവരുടെ കൂട്ടത്തിൽ അമീർ. അപ്പൊ അത്ര പ്രാധാന്യമുള്ളതാണ് സൂറത്തുൽ ബഖറ. പഠിച്ച ആളുകൾക്ക് അള്ളാഹു റസൂൽ കൊടുക്കുന്ന പ്രാധാന്യം എത്രയെന്ന് പറയും. ഈ ഹദീസിന് ഒരുപാട് കാര്യം നമുക്ക് മനസ്സിലാക്കാം. ഒന്ന്, ഒരു യാത്രയിൽ ഒരു അമീർ ഉണ്ടാവണം. 2, ഒരാളുടെ മഹത്വം തീരുമാനിക്കുന്നത് ഭൗതികമായ ഒരു അളവ് പോലും വെച്ചിട്ടല്ല, അയാൾക്ക് ഖുർആനുമായിട്ട് എത്ര ബന്ധമുണ്ട് നോക്കിയിട്ടാണ്. ഒരു പള്ളിയിൽ 2 ആൾ ഇമാമക്കാൻ തർക്കമുണ്ടായി നിൽക്കുക, എങ്ങനെ പരിഹരിക്കലെന്നറിയോ? ആ 2 ആളുകളിൽ ആരാണോ ഖുർആൻ കൂടുതൽ പഠിച്ചത് ഓനാണ് ഇമാം കൊടുത്തത്. ഒരു പ്രദേശത്ത് ഒരുപാട് കൂട്ടമരണം ഉണ്ടായി, ഒരേ ഖബറിലേക്ക് ഒന്നിലധികം ആളുകൾ ഇറക്കി വെക്കേണ്ടി വന്ന ഒരവസ്ഥ പലപ്പോഴും ഉഹുദ് യുദ്ധത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ആദ്യം ആരെ മയ്യത്ത് വെക്കും? ആചാര മയ്യത്താം, അല്ലെ പൈസക്കാരെ മയ്യത്താം,
അല്ലെ പ്രസിഡന്റ് മയ്യത്ത അല്ല. മരിച്ചോലെ കൂട്ടത്തിൽ ആർക്കാണോ ഖുർആൻ കൂടുതൽ അറിയാം ഓലാണ് ആ മയ്യത്താണ് ആദ്യം എടുത്തു വെക്കേണ്ടത്. ഇങ്ങനെ അള്ളാന്റെ അടുക്കലുള്ള പരിഗണന ഖുർആനുമായി ബന്ധപ്പെട്ടതാണ്. അതേപോലെ തന്നെ ഏത് വിഷയത്തിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോഴും ആ വിഷയത്തിൽ ഖുർആൻ എന്താണ് പറഞ്ഞത് എന്ന അറിവിനാണ് ഒന്നാം സ്ഥാനം കൊടുക്കേണ്ടത്. ഇപ്പൊ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹുവിന്റെ കാലത്ത് ഒരാൾ കച്ചവടം തുടങ്ങാൻ പൈസ ഒക്കെ ഉണ്ടാക്കി വന്നാൽ നമുക്കിപ്പോൾ ഇത് പൈസ ഉണ്ടെങ്കിൽ ആർക്കും എവിടെയും കച്ചവടം തുടങ്ങാം. പക്ഷെ ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത് കച്ചവടം തുടങ്ങിയെങ്കിൽ കച്ചവടത്തിന്റെ പരീക്ഷ എഴുതി പാസ്സാണ് എന്ന് വന്നാൽ ഖുർആനും ഹദീസിലും കച്ചവടത്തെ പറ്റി പറഞ്ഞ നിയമങ്ങളൊക്കെ ഇയാൾക്ക് അറിയാമെന്ന് അയാളെ കൊണ്ട് പരീക്ഷ നടത്തിച്ച് വിജയിക്കുന്നുണ്ടോ നോക്കിയിട്ട് ഉമർ റളിയല്ലാഹു കച്ചവടം തുടങ്ങാനുള്ള ലൈസൻസ് കൊടുക്കുകയുള്ളൂ. സഈദ് ഇബ്നു മുസയ്യിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരു താബിഈ പണ്ഡിതനാണ്. ആയിരക്കണക്കിന് ആൾക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുത്ത ആളാണ്. അദ്ദേഹത്തിന്റെ ഖുർആൻ ക്ലാസ്സിലെ പഠിതാക്കളാണ് അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും ഒക്കെ. ഒരു പെൺകുട്ടിൻ്റെ വിവാഹപ്രായമായി. സ്വാഭാവികമായും വാപ്പന്റെ അടുത്തേക്ക് ഇങ്ങനെ ആലോചന വന്നപ്പോൾ ഒരിക്കൽ വാപ്പ ചോദിച്ചു, മോളെ ഇങ്ങനെ ആലോചന വരുന്നുണ്ട്, എൻ്റെ ഖുർആൻ പഠനം കഴിഞ്ഞോ എന്നാ. നമ്മളിന്ന് നോക്കല് PG കഴിഞ്ഞോ, ഡിഗ്രി കഴിഞ്ഞോ, കോഴ്സ് കഴിഞ്ഞോ, ഇതാ നോക്കല്. അവിടെ നോക്കുന്നത് ഖുർആൻ പഠനം കഴിഞ്ഞോ. അപ്പോൾ മോള് പറഞ്ഞു, ആ കഴിഞ്ഞു വാപ്പ, എനിക്ക് ഒരായത്തിന്റെ അർത്ഥം മനസ്സിലായിട്ടില്ല. അപ്പൊ ഖുർആനിൽ 6 ആയത്ത് ചെല്ലാൻ ആയത്തില്ലെങ്കിൽ ഈ പെൺകുട്ടിക്ക് ഇനി ഒരായത്തിന്റെ അർത്ഥം പഠിച്ചാൽ ഖുർആൻ ഫുള്ളായി. അപ്പൊ വാപ്പ ചോദിച്ചു, ഏതായത്തിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാത്തത്? റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ. ഈ ആയത്തിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായില്ല. ഒരായത്തും പഠിക്കാത്ത നമുക്ക് അതിന്റെ അർത്ഥം അറിയാം. അപ്പൊ ബാപ്പ ചോദിച്ചു, റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന, പടച്ചോനിക്ക് ദുനിയാവിലെ നന്മ തരണേ, വഫിൽ ആഖിറതി ഹസന, പരലോകത്തെ നന്മ തരണേ, വഖിനാ അദാബന്നാർ, നരകത്തിൽ നിന്ന് കാക്കണേ. ഇതിൽ പേതാ മനസ്സിലാവാത്തത്? അപ്പൊ ആ സഹോദരി പെൺകുട്ടി പറഞ്ഞു, പരലോകത്തെ നന്മ നല്ല സ്വർഗമാണ്, എനിക്കറിയാം. ഈ ദുനിയാവിലെ നന്മ തന്നെ എന്താണ് ഉദ്ദേശിക്കുന്നത്? അപ്പൊ ബാപ്പ പറഞ്ഞു കൊടുത്തു, ഒരു നല്ല പുതിയാപ്പിളയാണ്. അതോടുകൂടി ആ കല്യാണം. ആ ക്ലാസ്സിൽ വരുന്ന ഒരാൺകുട്ടിയെ കൊണ്ടാണ് ഒരുപാട് രാജാക്കന്മാരും പ്രഭുക്കന്മാരും പൈസക്കാരും ഈ പെൺകുട്ടിനെ കല്യാണം ആലോചിച്ച് വന്നിട്ടും ഈ ഉമ്മൻ്റെയും മകളെയും കൂടെ അതേ ക്ലാസ്സിൽ ഖുർആൻ പഠിക്കാൻ വരുന്ന വളരെ പാവപ്പെട്ട എന്നാൽ നന്നായി പഠിക്കുന്ന ഖുർആൻ പഠിക്കുന്ന ഒരു യുവാവിനാണ് ഈ സഈദ് ഇബ്നു മുസയ്യിബ് റളിയല്ലാഹു അൻഹു ഈ മോളെ കല്യാണം കഴിച്ചു കൊടുത്തത്. അതാണ് ഏത് മേഖലയിൽ ഇറങ്ങുമ്പോഴും ആ വിഷയത്തിൽ ഖുർആൻ എന്താണ് പഠിക്കേണ്ടത്, അത് പഠിച്ചോ ഇല്ലേ എന്നതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അതില്ലാത്തതിൻ്റെ ദുരന്തമാണ് എല്ലാ മേഖലകളിൽ നമ്മൾ പരാജയപ്പെട്ടു പോകുന്നത്. ഇരിക്കട്ടെ. അതേപോലെ ഒരു സ്വഹാബി വന്നിട്ട് പറഞ്ഞു, ഞാൻ നല്ല സൂറത്തുൽ ബഖറ ഓതി. അപ്പം എൻ്റെ കുതിരനെ അവിടെ കെട്ടിയിരുന്നു. ഓതാൻ തുടങ്ങിയപ്പോൾ കുതിരങ്ങനെ വിളറി പിടിച്ച് ചാടാൻ തുടങ്ങി. ഓത്ത് നിർത്തിയാലോ പിന്നെ അനങ്ങൂല. പിറ്റേന്ന് അള്ളാൻ റസൂലിനോട് ഈ വിഷയം പറഞ്ഞു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മലക്കൾ വരികയായിരുന്നു. താങ്കൾ ഖുർആൻ ഓതുമ്പോൾ ബഖറ ഓതും, ഈ മലക്കളെ വരവ് കണ്ടിട്ടാണ് ഈ കുതിര എന്ത് ചെയ്യുന്നത്, ചാടിക്കളിക്കുന്നത്. അതേപോലെ തന്നെ ഈ തഅല്ലമു സൂറത്തുൽ ബഖറ വ ആലു ഇമ്രാൻ, നിങ്ങൾ സൂറത്തുൽ ബഖറയിലും ആൽ ഇമ്രാനും പഠിക്കണം. ഫഇന്നഹുമാ സഹ്റാവാനി യുദില്ലാനി സ്വഹിബഹുമാ യൗമൽ ഖിയാമ. ഇത് ഈ 2 സൂറത്തും മനുഷ്യന് വെളിച്ചം നൽകുന്നതാണ്. എവിടെ വെളിച്ചം ആവശ്യം ഉണ്ടാവുക? വെളിച്ചം ഇരുട്ടത്താണ് ആവശ്യം ഉണ്ടാവുക. എവിടെ ഇരുട്ടുള്ളത്? പരലോകം എന്നത് ചില ആളുകൾക്ക് കൂരാക്കൂരി ഇരുട്ടാണ്. പരലോകം ആപേക്ഷികമാണ്, എല്ലാവർക്കും ഒരേപോലെ അല്ല. നമുക്കറിയാലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ചില മനുഷ്യന്മാർ പരലോകത്തെത്തിയാൽ 2 റക്അത്ത് നിസ്കരിക്കുന്ന സമയം ഉണ്ടാവും. ഓന്റെ വിചാരം കഴിഞ്ഞാൽ സ്വർഗത്ത് പോകും. ചില ആളുകൾ നമ്മൾ കേട്ടില്ല, നിന്ന് അള്ളാഹു വിചാരണ തുടങ്ങാൻ വേണ്ടി പ്രവാചകന്മാരൊക്കെ വന്ന് ശുപാർശ പറയുന്ന വിധത്തിൽ അവിടെ നിന്ന് ഒയലൂല്. അപ്പോൾ ഓരോരുത്തർക്ക് ആപേക്ഷികമാണ്. പരിശുദ്ധ ഖുർആൻ സൂറത്ത് ഹദീദിൽ നോക്കിയാൽ കാണാം, യൗമ യഖൂലുൽ മുനാഫിഖൂന വൽ മുനാഫിഖാതു ലില്ലദീന ആമനു. കപടവിശ്വാസികളായ ആണുങ്ങളും പെണ്ണുങ്ങളും വിശ്വാസികളോട് പറയും, ഉന്ദുർന, ഒന്ന് ഞങ്ങളെ പരിഗണിക്കണേ. എന്താണ്? ഒരു പൂർണ്ണ പ്രകാശത്തിൽ പോണ്, ഇവർക്ക് കൂരാക്കൂരിരുട്ട്. അപ്പൊ വെളിച്ചമുള്ള ഒരാളോട് ഇട്ടത്തിക്കുന്ന ഒരാൾ ഇന്നൊന്ന് പരിഗണിക്കണമെന്ന് പറയില്ലേ, അതാ പറഞ്ഞത്. ഉന്ദുർന, ഞങ്ങളൊന്ന് പരിഗണിക്കണം, കുറച്ച് വെളിച്ചം ഞങ്ങൾക്ക് തരണേന്നാ. നഖ്തബിസ്മിൻ നൂരിക്കും, ഞങ്ങൾ നിങ്ങൾ ആ പ്രകാശത്തിന് ലേശം ഒന്ന് കത്തിച്ചെടുക്കട്ടെ, പരലോകത്ത് വെച്ച് പറയുന്ന. അപ്പോ എന്താ വരെ മറുപടി? ഈ വിശ്വാസികളെ ഖീലർജിഉറാഅക്കും ഫൽതമിസു നൂറ, നിങ്ങൾ ബേക്കിലവിടെ പോയി നോക്കി, അവിടുന്ന് എവിടെ കിട്ടുമോ നോക്കി, ഇതൊന്നും തരാൻ കഴിയൂല. അപ്പൊ കപട വിശ്വാസികൾക്ക് കൂരാക്കൂരിരുട്ട്,
വിശ്വാസികൾക്ക് പൂർണ്ണമായ പ്രകാശം. ആ പ്രകാശം നമുക്ക് നൽകുന്നതാണ് സൂറത്തുൽ ബഖറയും ആലു ഇമ്രാനും. അതുകൊണ്ട് ഇത് കേൾക്കുന്ന പഠിക്കുന്ന എല്ലാവരും ഇത് പൂർണ്ണമായി പഠിക്കുവാനും മനസ്സിലാക്കുവാനും തയ്യാറാവണത് പരലോകത്തെ ഇരുട്ടില്ലാത്ത പ്രകാശത്തിന്റെ വഴിയാണ്. വേറെയും കുറെ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരലോകത്ത് പ്രകാശം കിട്ടുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. അസ്സലാത്തു നൂറുൻ, നമസ്കാരം പ്രകാശമാണ്. എങ്ങനെ? നിസ്കരിക്കുന്ന മുഖത്തൊരു പ്രകാശം ഉണ്ടാവും, അത് ഖബറിൽ പ്രകാശമാണ്, പരലോകത്ത് പ്രകാശമാണ്. ബശ്ശിരിൽ മശാഇന ഫിൽ ദുലം ബിന്നൂരി താമത്തി യൗമൽ ഖിയാമ. ഇരുട്ടിൽ തപ്പിത്തടഞ്ഞ് സുബീക്ക് പള്ളിക്ക് പോകുന്നവരെ അവരെ നിങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കുക. എന്ത്? പരലോകത്തവർക്ക് പൂർണ്ണമായ പ്രകാശമുണ്ടാവും. ആ കൂട്ടത്തിലൊരു പ്രകാശമാണ് സൂറത്തുൽ ബഖറയും ആലു ഇമ്രാനും. സൂറത്തുൽ കഹ്ഫിന്റെ 1 മുതൽ 10 വരെ ആയത്ത് അർത്ഥം പഠിച്ച് കാണാതെ പഠിച്ചാൽ ദജ്ജാലിന്റെ സകല ഉപദ്രവത്തിൽ നിന്നും രക്ഷപ്പെടാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സൂറത്തുൽ ബഖറയും ആലു ഇമ്രാനും പ്രകാശമാണ്. അതേപോലെ തന്നെ തണൽ വിരിക്കും. അന്നത്തെ ചൂട് സഹോദരന്മാരെ നമുക്ക് ഇമേജ് ചെയ്യാൻ സാധിക്കുമോ? ഈ കഴിഞ്ഞ വേനൽക്ക് നമ്മൾ അനുഭവിച്ച ചൂടെന്താ? മിക്കവാറും വീടുകളിലൊക്കെ ഒരുവിധം സാമ്പത്തിക ശേഷിയുള്ള ആളുകൾ ഒരു റൂമെങ്കിലും AC ആക്കിയില്ലേ? എന്നിട്ട് രാത്രി എല്ലാവരും അവിടെ ടൈമർ വെച്ച് 1-2 മണിക്കൂർ വെച്ചിട്ട് ഈ ചൂടിന്ന് രക്ഷപ്പെടാൻ നമ്മൾ പരിശ്രമിച്ചില്ലേ? പള്ളി മുഴുവൻ എയർ കണ്ടീഷൻ ആക്കിയില്ലേ? ചൂട് കൊണ്ട് നിസ്കരിക്കാൻ വയ്യാത്ത അവസ്ഥ ഉണ്ടായില്ലേ? 3 ലക്ഷം കിലോമീറ്റർ അപ്പുറത്ത് നിൽക്കുന്ന സൂര്യന്റെ ചൂടാണിതെങ്കിൽ ലോകത്തുള്ള കോടാനക്കോടി സൂര്യന്മാര് മനുഷ്യന്റെ തലക്ക് മുകളിൽ കത്തിയെരിയുന്ന പരലോകത്ത് എന്തുമാത്രം ചൂടുണ്ടാവും എന്ന് ആർക്കാണ് കണക്കാക്കാൻ പറ്റുക? അവിടെ തണല് കിട്ടുന്ന പ്രവർത്തനമാണ് സൂറത്തുൽ ബഖറയും സൂറത്ത് ആലു ഇമ്രാനും പഠിക്കുകയും അത് പകർത്തുകയും ചെയ്യുക എന്നത് വളരെ ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ സ്വതക്ക, കയ്യിൽ നിന്ന് പൈസ പോണോടത്താണല്ലോ മനുഷ്യൻ കിടന്ന് മരിക്കുന്നത്. നമ്മൾ കാണുന്നുണ്ടല്ലോ ഇപ്പൊ, അത് നമ്മളെ അനുഭവത്തിലില്ലേ? പരിശോധിച്ച് നോക്കി നിങ്ങൾ. അൽ മർഉ തഹ്ത ദില്ലി സ്വദഖതിഹി, ഒരു മനുഷ്യൻ അവൻ ചെയ്ത സ്വതക്കയുടെ തണലിലായിരിക്കും പരലോകത്ത്. അതേപോലെ തന്നെ അർശിന്റെ തണൽ കിട്ടുന്ന 7 കമ്പാർട്ട്മെന്റ്, 7 വിഭാഗം ആളുകൾ റസൂൽ പരിചയപ്പെടുത്തിയതിനാലോ ഏതെങ്കിലും ഒരു കമ്പാർട്ട്മെന്റിൽ കയറി കുത്തിരുന്നില്ലെങ്കിൽ ഈ ചൂടുന്ന് ഒരാൾക്കും മറ്റൊരാളെ രക്ഷപ്പെടുത്താൻ കഴിയില്ല. അപ്പൊ ആ കഠിനമായ ചൂടും എല്ലാത്തിൽ നിന്നും മനുഷ്യനെ സംരക്ഷിക്കുന്ന തണലായി നാളെ പരലോകത്ത് ഈ 2 സൂറത്തുകൾ വരും. അതുകൊണ്ട് നിങ്ങൾ തഅല്ലമു, അത് പഠിക്കുകയും പഠിപ്പിക്കുകയും വേണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ പഠനം ഇടമുറിയാതെ മുന്നോട്ട് പോകാനും ഈ പരലോകത്ത് ഈ 2 സൂറത്തിൻ്റെയും തണല് ലഭിക്കുവാനും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അബൂദർ റളിയല്ലാഹു അൻഹു ചരിത്ര പ്രസിദ്ധനാണ് അദ്ദേഹം. ആരാണ് അബൂദർ? ഇസ്ലാമിലെ 7ാമത്തെ മെമ്പറാണ് അബൂദർ ഗിഫാരി. ഗിഫാർ ഗോത്രം എന്ന് പറഞ്ഞാൽ മക്കയിൽ നിന്ന് ആളുകൾ കച്ചവടത്തിന് പോവുകയും വരികയും ചെയ്യുന്നത് ഗിഫാർ ഗോത്രം താമസിക്കുന്ന സ്ഥലത്തൂടെയാണ്. ആ ഗിഫാർ ഗോത്രത്തിലെ ഒരു മെമ്പറാണ് അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു. വലിയ ചരിത്രത്തിന്റെ ഉടമയാണ്. തഈഷു വഹ്ദ വതമൂതു വഹ്ദ വതുബ്അതു വഹ്ദ. അബൂദറെ, നീ ഒറ്റയാനായി ജീവിക്കും, നീ ഒറ്റയാനായി മരിക്കും. പരലോകത്ത് എല്ലാവരും സംഘമായി വരുമ്പോൾ നീ മാത്രം ഒറ്റക്ക് വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ വളരെ പ്രസിദ്ധനായ ഇസ്ലാമിലെ സോഷ്യലിസ്റ്റ് എന്നറിയപ്പെടുന്ന സ്വഹാബിയാണ് അബൂദർ റളിയല്ലാഹു അൻഹു. വലിയ ചരിത്രത്തിന്റെ ഉടമസ്ഥനാണ്. 7ാമത്തെ മെമ്പറായി ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളാണ്. അദ്ദേഹം പറയുന്നത്, യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, ഇന്നീ ലക്കും നാസിഹുൻ, ഞാൻ നിങ്ങൾക്ക് ഒരു ഗുണകാംക്ഷിയാണ്. ഇനി പറയാൻ പോണ കാര്യങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. എനിക്ക് എന്തെങ്കിലും നേട്ടം കിട്ടാൻ വേണ്ടിയല്ല, നിങ്ങൾക്കൊരു ഗുണം ഉണ്ടാവാൻ വേണ്ടി ഞാൻ ചില കാര്യം പറയാൻ പോവാണ്. ഇതെല്ലാ പ്രവാചകന്മാരും പറഞ്ഞതാണ്. പരിശോധിച്ച് നോക്കട്ടെ, ഖുർആനിലെ പ്രവാചകന്മാരെല്ലാവരും ഇന്നീ ലക്കും നാസിഹുൻ അമീൻ, ഞങ്ങൾ നിങ്ങൾക്ക് വിശ്വസ്തനായ ഉപദേശകനാണെന്ന് പറയാത്ത ഒറ്റ പ്രവാചകനില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലായി വരുന്നതിന് മുമ്പ് അല്ലമീനാണ്. ഇന്നീ ലക്കും നാസിഹുൻ, ഞാൻ ഉപദേശകനാണ്. ഇന്നി അലൈക്കും ഷഫീഖ്, എനിക്ക് നിങ്ങളോടൊക്കെ ഭയങ്കര സ്നേഹമുണ്ട്. അതുകൊണ്ട് ഞാൻ ചില കാര്യം പറയാം. ഒന്ന്, സല്ലൂ ഫിൽ ളലാമിൽ ലൈൽ, എല്ലാവരും കിടന്നുറങ്ങും മണിയിട്ട് തഹജ്ജുദ് നിസ്കരിക്കണം കേട്ടോ. ഇതിന് ലിവഹ്ശത്തിൽ ഖുബൂർ, ഖബറിൽ ഒറ്റക്കാണെന്ന് ഓർമ്മ വേണം. ആ ഖബറിൽ കൂട്ടായി സൽക്കർമ്മം വരണമെങ്കിൽ, അള്ളാന്റെ സഹായം വേണമെങ്കിൽ,
അള്ളാഹ് നമ്മളെ സംരക്ഷിക്കണമെങ്കിൽ, അള്ളാഹ് നമ്മളെ പരിഗണിക്കണമെങ്കിൽ എല്ലാവരും അള്ളാഹിനെ അവഗണിക്കുന്ന സമയമാണ് അർദ്ധരാത്രി. കിടന്നുറങ്ങലാണല്ലോ. ആ സമയത്ത് നീറ്റ് നിസ്കരിക്കുക എന്നുണ്ടെങ്കിൽ അള്ളാഹിനെ പരിഗണിക്കുക എന്നാണ്. അങ്ങനെ പരിഗണിച്ചാൽ നമ്മൾ ഒറ്റപ്പെടുന്ന സമയത്ത് അള്ളാഹ് നമ്മളെയും പരിഗണിക്കും. അതുകൊണ്ട് ഖബറിലെ ഒറ്റപ്പെടലിൽ അള്ളാഹിന്റെ സഹായം കിട്ടാൻ നിങ്ങൾ രാത്രി നമസ്കരിക്കണം. തതജാഫാ ജുനൂബുഹും അനിൽ മളാജിഇ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമഅൻ വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. സൂറത്തു സജദ വെള്ളിയാഴ്ച രാവിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിയ സൂറത്താ. ആ സൂറത്തൊക്കെ ഒന്ന് വായിച്ചു നോക്കണ്ടി. മനസ്സിങ്ങനെ പെടക്കണ യാതി ഉപദേശങ്ങളും മുന്നറിയിപ്പുകളും താക്കീതുകളും ഇത്തരം സൂറത്തുകളിലൊക്കെ ഉണ്ട്. എത്തരം സൂറത്ത്? ചില പ്രത്യേക നിസ്കാരത്തിൽ, ചില പ്രത്യേക സമയത്ത്, ചില പ്രത്യേക സൂറത്തുകൾ ഓതാൻ അള്ളാഹു റസൂൽ പറഞ്ഞില്ലേ. എന്താ അങ്ങനെ പറയാൻ കാരണം? അള്ളാഹു ആലം. പക്ഷെ നമുക്കൊരു കാര്യം അറിയാം, ആ സൂറത്തുകളിലൊക്കെ നമ്മൾ മറന്നു പോവാൻ പാടില്ലാത്ത, നമ്മെ രാവിനെ പകലാക്കുന്ന, നമ്മെ സജീവനാക്കുന്ന, നമ്മെ ശരിക്കും ചിന്തിപ്പിക്കുന്ന ഒരുപാട് ഘനപ്പെട്ട താക്കീതുകളുണ്ട്. അതിൽ ആ സൂറത്തിൽപ്പെട്ട സൂറത്തു സജദയിൽ മദീനയിൽ കിടന്നുറങ്ങുന്ന സത്യവിശ്വാസികളെ പറ്റി പടച്ചോൻ പറഞ്ഞതാ. അള്ളാഹു ഒന്നാം ആകാശത്തേക്ക് വരുന്ന ആ സമയത്ത് ചാടി നീറ്റ് തത്തജാഫാ ജുനൂബുഹും അനിൽ മളാജിഇ, ചാടി നീക്ക്. ഒരലാറുമില്ല സഹോദരന്മാരെ. പകലന്തിയോളം കൊട്ടാര വെയിലത്ത് ജോലി ചെയ്ത മനുഷ്യന്മാരാണ്. അള്ളാഹ് വരുന്ന സമയത്ത് ചാടി നീക്ക. നാളെ ഖബറിൽ കിടക്കണ്ടേ, ഒറ്റക്ക് കിടക്കണ്ടേ? ആ മാർഗം പിൻപറ്റണം എന്നാണ് അബൂദർ റളിയല്ലാഹു അൻഹു ഒന്നാമതായി ആവശ്യപ്പെടുന്നത്. വസൂമൂ ഫിൽ ഹദ്ദി ദുനിയാ ലിഹദ്ദി യൗമിൻ നുശൂർ. ദുനിയാവിലെ ചൂടുള്ള സമയം ഉണ്ടല്ലോ, നോൻപ് വെച്ചോളി. പരലോകത്തെ ചൂടുന്ന് അല്ലാഹു രക്ഷപ്പെടുത്തും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ നോമ്പ് നോറ്റത് ഏറ്റവും ചൂടുള്ള ദിവസമാണ്. തലയ്ക്ക് വെള്ളം ഇങ്ങനെ പാരുന്ന ചൂടുകൊണ്ട്. എന്തിനറിയോ? ലിഹദ്ദി യൗമിൽ ഖിയാമ. പരലോകത്തെ ആ ചൂടിന്ന് രക്ഷപ്പെടാൻ ദുനിയാവിലെ ചൂട് അവഗണിച്ച് നോമ്പ് നോറ്റോളൂ എന്ന് അബൂദർ റളിയല്ലാഹു പറയാം. എന്താ നോമ്പിന്റെ പ്രതിഫലം? മൻ സ്വാമ യൗമൻ ഫീ സബീലില്ലാഹ്. ഒരു ദിവസം അള്ളാന്റെ പൊരുത്തുദ്ദേശിച്ച് നോമ്പ് നോറ്റാൽ ബഅദല്ലാഹു വജ്ഹഹു അനിന്നാരി 70 ഖരീഫ. 70 കിലോമീറ്റർ, 70 മുഴം. ഏതളവ് നിങ്ങൾ കൂട്ടിക്കോളി. ഒന്നും ദുനിയാവിലെ കിലോമീറ്ററും മുഴവും അല്ല നമ്മൾ മനസ്സിലാക്കണം. നരകത്തിൽ നിന്ന് അയാൾ അകറ്റപ്പെടും ഒറ്റ നോമ്പ് കൊണ്ട്. അതുകൊണ്ട് നിങ്ങൾ നോമ്പ് അനുഷ്ഠിക്കണം. വതസദ്ദഖൂ, നിങ്ങൾ അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി സദഖ ചെയ്യണം. മഹാഫത്ത യൗമിൻ അസീർ, ഏറ്റവും ഞെരുക്കമുള്ള, ഇടുക്കമുള്ള, പ്രയാസമുള്ള ദിവസത്തിൽ അള്ളാന്റെ സഹായവും പരിഗണനയും കിട്ടാൻ നിങ്ങൾ സദഖ ചെയ്യണം. നമ്മളെ കയ്യിൽ നിന്ന് കൊടുക്കുന്ന ആ നാണയത്തുട്ടുകളാണ് 3 കഷ്ണം തുണി ചുറ്റി ഖബറിൽ കൊണ്ടുപോയി മൂക്ക് കുത്തിയാണ്ട് വെച്ചാൽ നമുക്ക് സഹായമായി ഉണ്ടാവുക. ഇത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത് എന്ത് കണ്ടാണ്? ഇന്നി ലക്കും നാസിഉൻ വ ഇന്നി അലൈക്കും ഷഫീഖ്. ഞാൻ നിങ്ങളോട് ഗുണകാംക്ഷയും താല്പര്യവും ഉള്ളത് കൊണ്ടാണ് പറഞ്ഞു വരുന്നത്. അപ്പൊ ഇങ്ങനെ തണല് കിട്ടുന്ന മറ്റൊരു സംഗതിയാണ് ആലു ഇമ്രാനും സൂറത്തുൽ ബഖറയും പഠിക്കുക എന്നത്. ഖബറിന് നീട്ടി വരുമ്പോൾ ഖബറിന്റെ പുറത്ത്, ചില ഖബറിന്റെ പുറത്ത് സുന്ദരനായ നല്ല ഡ്രസ്സ് ധരിച്ച ഒരാൾ കാത്തു നിൽക്കുന്നു. എല്ലാ ഖബറിന്റെ പുറത്തും ഉണ്ടാവില്ല, എല്ലാവരും തുണി ഉടുക്കാതെ വരുന്നത്. ഇത് നല്ല ഡ്രസ്സൊക്കെ ധരിച്ചൊരു മനുഷ്യൻ ഒരേ ഖബറിന്ന് ഒരുപാട് ആൾ നീറ്റ് വരും. ഇയാൾ പ്രതീക്ഷിക്കുന്ന ആളെ കാത്തു നിൽക്കുകയാണ്. അയാൾ പ്രതീക്ഷിക്കുന്ന ആൾ വന്നാൽ ഓടി വന്ന് അയാളെ കൈ പിടിച്ചിട്ട് പറയും, ആ താരിഫൂനി എന്നറിയോ? അയാൾ ഇങ്ങനെ നോക്കും, അറിയില്ല. അന സാഹിബുക്കൽ ഖുർആൻ, ഞാനാണ് നിങ്ങളുടെ കൂട്ടുകാരനായ ഖുർആൻ. ആ ഖുർആൻ ഈ മനുഷ്യന്റെ കൈയാണ്ട് പിടിച്ചാൽ ഈ മനുഷ്യൻ സ്വർഗത്തിലെത്തുന്നത് വരെ ആ പിടുത്തം വിടൂല എന്നാണ് വിശ്വാസം പറഞ്ഞത്. ആ കൂട്ടത്തിൽ പെട്ട ഒരു സൂറത്താണ് സൂറത്തു ആലു ഇമ്രാനും സൂറത്തുൽ ബഖറയും നമ്മൾ പഠിക്കണം. അതുപോലെ തന്നെ ഇഖ്റഊ അസ്സഹ്റാവൈൻ, തണൽ നൽകുന്ന 2 കാര്യം. സഹ്റാവൈൻ എന്ന് പറഞ്ഞാൽ പ്രകാശവും തണുപ്പും ഒക്കെ നൽകുന്ന സഹ്റാവൈൻ എന്നൊരു പേര് ഈ 2 സൂറത്തിനുണ്ട്. അത് ദുനിയാവിലെ എല്ലാ പ്രയാസത്തിലും തണലായി, തുണയായി, കൂട്ടായി ഈ 2 സൂറത്തുകൾ വരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ലികുല്ലി ഉമ്മത്തിൻ അമീൻ, അമീനു ഹാദിഹിൽ ഉമ്മ അബൂ ഉബൈദ. എല്ലാ സമുദായത്തിനും ഓരോ വിശ്വസ്തന്മാരുണ്ട്. എൻ്റെ ഉമ്മത്തിലെ വിശ്വസ്തനാണ് അമീനുൽ ഉമ്മ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു. അമീനുൽ ഉമ്മാണ്.
ഈ ഉമ്മത്തിലെ വിശ്വസ്ത. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ രഹസ്യവും അദ്ദേഹത്തോടാ പറയാം. അങ്ങനെ അദ്ദേഹം ഒരിക്കലും പ്രവാചകന്റെ വീട്ടിൽ വന്നിട്ട് കിടന്നു. റസൂലുള്ളാഹിന്റെ രാത്രി ഇബാദത്തിനെ പറ്റി മനസ്സിലാക്കാനാണ്. റസൂലുള്ളാഹി കിടന്നു, അദ്ദേഹം കിടന്നു. റസൂൽ 3 മണിക്ക് റസൂൽ അദ്ദേഹം എണീറ്റു. റസൂൽ ഒന്നുണ്ടാക്കി, അദ്ദേഹം ഒന്നുണ്ടാക്കി. അള്ളാഹു അക്ബർ കൈകെട്ടി, അദ്ദേഹം ബാക്ക് പോയി കൈകെട്ടി. അദ്ദേഹം പറയാണ്, അള്ളാഹു റസൂൽ അൽബക്കറാണ് തുടങ്ങി. അൽബക്കറ തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു അൽബക്കറ തീരുമ്പോഴെങ്കിലും റുക്കൂഴ് ചെയ്യുമായിരിക്കും. തീർന്നില്ല. അൽബക്കറ തീർന്നപ്പോൾ നിസാഹ് ചാടി. നിസാഹ് തീരുമ്പോഴെങ്കിലും റുക്കൂഴ് ചെയ്യും ഞാൻ പ്രതീക്ഷിച്ചു, ചെയ്തില്ല. വീണ്ടും ആലു ഇമ്രാനിലേക്ക് മാറി. നോക്കിങ്ങൾ എത്ര ജിസുആയി, എത്ര സമയമായി. ഈ സൂറത്തുൽ ബഖറയും സൂറത്തു ആലു ഇമ്രാനും ഒറ്റ റക്അത്തിൽ അള്ളാഹു റസൂൽ ഓതി തീർത്തതിന് അമീനുൽ ഉമ്മ, ഈ ഉമ്മത്തിലെ വിശ്വസ്തൻ എന്നറിയപ്പെടുന്ന അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു സാക്ഷിയാണ്. അപ്പം അത്രയേറെ പ്രാധാന്യമുള്ള ശുപാർശ പറയുന്ന സൂറത്താണ് സൂറത്തു ആലു ഇമ്രാനും സൂറത്തുൽ ബഖറയും. അത് ഓതി ആളുകൾക്ക് വേണ്ടി തർക്കിക്കും അള്ളാഹിനോട്. അള്ള സ്വർഗം കൊടുക്കുന്നത് വരെ പിന്നാലെ നടന്ന് തർക്കിക്കൽ. ആരാ സഹോദരന്മാരെ ഉണ്ടാവുക? ഒരു മനുഷ്യൻ ഉണ്ടാകുക. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സാഹിബതിഹി വ ബനീഹി ലികുല്ലി ഇംറിഇൻ മിൻഹും യൗമഇദിൻ ശഅ്നുൻ യുഗ്നീ. എനിക്ക് എൻ്റെ അമ്മക്ക് എന്നോടുള്ളതിനേക്കാൾ സ്നേഹം ഒരൗലിയക്കും എന്നോടുണ്ടാവില്ല. ലോകത്ത് ആർക്കും ഉണ്ടാവില്ല സഹോദരന്മാരെ. ഒരു മനുഷ്യനും ഉണ്ടാവില്ല. ഭാര്യക്ക് ഉണ്ടാവില്ല, മക്കൾക്ക് ഉണ്ടാവില്ല, കുടുംബക്കാർക്ക് ഉണ്ടാവില്ല. ഉറപ്പല്ലേ? ഉറപ്പാണ്. എന്നാൽ ആ മാതാപിതാക്കൾ മകനെ കാണുമ്പോൾ ഓടിയകരുന്ന യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സാഹിബതിഹി വ ബനി. മാതാപിതാക്കൾ, ഇണകൾ, സന്താനങ്ങൾ എല്ലാം കാണുമ്പോൾ ഓടിയകില്ല. ഒരാൾക്ക് വേണ്ടി ഒരു വാക്ക് പോലും പറയില്ല. അങ്ങനത്തെ ലോകത്ത് നമുക്ക് വേണ്ടി അതാരോട്? അള്ളാഹിനോട് തർക്കിച്ചുകൊണ്ട് സംസാരിക്കുന്ന സൂറത്തിന്റെ പഠനത്തിലേക്കാണ് നമ്മൾ കാൽ വെച്ചിട്ടുള്ളത്. നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെ അതിൽപ്പെട്ട മറ്റൊരു സൂറത്താണ് സൂറത്തുൽ മുൽക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഫിൽ ഖുർആനി സൂറത്ത്, ഖുർആനിലൊരു സൂറത്തുണ്ട്, വഫീഹി 30 ആയത്ത്, അതിൽ 30 ആയത്തുണ്ട്. അത് ഒരാൾ എല്ലാ ദിവസവും രാത്രി ഓതുകയാണ്. 2 പ്രതിഫലം. ഒന്ന്, ഖബർ ശിക്ഷയിൽ നിന്ന് തടുക്കും. അതുകൊണ്ട് തടുക്കുന്നത് എന്നർത്ഥം വരുന്ന മാനിഅ, സൂറത്തുൽ മാനിഅ എന്ന് സൂറത്തുൽ മുൽക്കിന് പേരുണ്ട്. ആ മുൽക്ക് ഓതുന്ന ഒരാൾക്ക് ഖബർ ശിക്ഷ എന്ന ആ സൂറത്ത് മനുഷ്യനെ തടുക്കും. 2, അള്ളാഹിന്റെ അടുക്കൽ ശുപാർശ പറയും. ഇപ്പം 3 സൂറത്തായി. സൂറത്തുൽ ബഖറയായി, ആലു ഇമ്രാൻ, സൂറത്തുൽ മുൽക്ക്. അത് 3ഉം അള്ളാഹിന്റെ അടുക്കൽ നമ്മൾക്ക് വേണ്ടി ശുപാർശ പറയും. സൂറത്തുൽ മുൽക്കിന് മറ്റൊരു ഡ്യൂട്ടി ഉള്ളത് ഖബർ ശിക്ഷ നമ്മൾ തടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇത്തരം മഹത്വം ഒക്കെ പറയുന്ന ഒരു സൂറത്തിന്റെ പഠനത്തിലേക്കാണ് നമ്മൾ പ്രവേശിച്ചത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത് മാത്രമല്ല, ഈ സൂറത്ത് ഈ ഉദ്ദേശ രൂപത്തിൽ പഠനം പൂർത്തിയാക്കാനും അങ്ങനെ പഠിച്ച് പകർത്തിയ ആളുകൾക്ക് അള്ളാഹു വാഗ്ദാനം ചെയ്ത എല്ലാ പ്രതിഫലവും നേടിയെടുക്കുവാനും നമ്മെ സഹായിക്കുമാറാവട്ടെ. ശരി, സൂറത്തുൽ ബഖറ 286 ആയത്തുകളുടെ സൂറത്തുൽ ബഖറയിൽ അലിഫ് ലാം മീം, ഇത് ഹുറൂഫുൽ മുഖത്തഅത്ത് എന്നാണ് ഈ അറഫുകൾ അറിയപ്പെടുന്നത്. എന്താണ് ഇതിൻ്റെ അർത്ഥം? ഇതിന് 2 രീതിയിലാണ് വ്യാഖ്യാനം നൽകപ്പെട്ടിട്ടുള്ളത്. ഒന്ന്, ഇതിൻ്റെ അർത്ഥം നമ്മൾക്കറിയില്ല. അള്ളാഹോ റസൂലോ നമുക്കിത് പറഞ്ഞു തന്നിട്ടില്ല. അള്ളാഹു രഹസ്യമാക്കി വെച്ചൊരു സംഗതിയാണ്, നമുക്കത് അറിയില്ല. അതാണ് ഒന്നാമത്തെ ഏറ്റവും ശരിയായ വ്യാഖ്യാനം. 2, ഇങ്ങനെ അലിഫ് ലാം മീം പോലെയുള്ള അക്ഷരങ്ങളെ കൊണ്ടാണ് ഈ ഖുർആൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ ഖുർആൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതിയതാണ്. നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങളത് കൊണ്ടുവരി ഇതേ അക്ഷരം ഉപയോഗിച്ചിട്ട് എന്ന ഒരു വെല്ലുവിളിയാണിത് എന്ന് ചില പണ്ഡിതന്മാർ വ്യാഖ്യാനിക്കുന്നു. ഖുർആനിലെ 29 സൂറത്തുകൾ ആരംഭിക്കുന്നത് ഈ ഹുറൂഫുൽ മുഖത്തഅത്ത് കൊണ്ടാണ്. പല വ്യാഖ്യാനങ്ങളും പിന്നീട് അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. അതൊക്കെ പണ്ഡിതന്മാരുടെ ഓരോ വ്യാഖ്യാനം എന്നതിൽ കവിഞ്ഞ് മറ്റ് പ്രത്യേകത ഒന്നുമില്ല. ഒന്ന്, ഇന്നമാഹി അസ്മാഉ സൂറ, അത് ഓരോ സൂറത്തിന്റെയും പേരാണെന്ന് ചില ആളുകൾ പറഞ്ഞു. സൂറത്തു സജദ, സൂറത്തുൽ ഇൻസാൻ എന്നൊക്കെ പോലെ പറയുന്നത് പോലെ ആ സൂറത്തിന്റെ പേരായിട്ട് എണ്ണിയ ആളുകളുണ്ട്. ഖുർആന്റെ പേരാണത് എന്ന് പറഞ്ഞ ആളുകളുണ്ട്. അതേപോലെ തന്നെ അങ്ങനെയുള്ള പല അഭിപ്രായങ്ങളും. അസ്മാഉല്ലാഹ്, അള്ളാഹുവിന്റെ നാമമാണ് അലിഫ് ലാം മീം എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണാം. ഇങ്ങനെ പണ്ഡിതന്മാർ പല വ്യാഖ്യാനവും പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ആ പണ്ഡിതന്മാരുടെ വ്യാഖ്യാനം എന്നതിൽ കവിഞ്ഞ് അള്ളാഹും റസൂലും ആ വിഷയത്തിൽ നമുക്ക് പ്രത്യേകിച്ചൊന്നും പറഞ്ഞു തന്നിട്ടില്ല. ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ചോദ്യമുണ്ട്, ഈ അർത്ഥം അറിയാത്ത ഈ അക്ഷരങ്ങൾ എന്തിനാ ഖുർആനിൽ?
അതിന് നമുക്ക് എന്തായാലും ഗുണം? നമുക്ക് അതിന്റെ ഗുണം എന്താ വെച്ചാൽ ഖുർആൻ അർത്ഥം അറിയാതെ ഓതിയാലും കൂലി കിട്ടും. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഓതിയാലുള്ള കൂലി പറഞ്ഞത് ഓരോ അക്ഷരത്തിനും 10 നന്മയാണ്. അലിഫ് ലാ മീം എന്നത് ഒരു ഹർഫാന്ന് ഞാൻ പറയൂല. അലിഫ് ഒരു ഹർഫാണ്, ലാമ് വേറൊരു ഹർഫാണ്, മീം മറ്റൊരു ഹർഫാണ്. അപ്പൊ അലിഫ് ലാ മീം എന്നത് 3 ഹർഫാ, 30 നന്മ കിട്ടും എന്ന് പറഞ്ഞു. ഇതിന്റെ അർത്ഥം അള്ളാന്റെ റസൂലിനും അറിയല്ലോ. ഈ അലിഫ് ലാ മീം എന്നതിന്റെ അർത്ഥം അള്ളാന്റെ റസൂലിനും അറിയില്ല. അപ്പൊ ഖുർആൻ അർത്ഥം അറിയാതെ ഓതിയാലും കൂലി കിട്ടും എന്നതിന്റെ തെളിവ് ഈ അക്ഷരങ്ങളാണ്. അതാണ് നമുക്ക് പ്രത്യക്ഷത്തിൽ ഇതിന്റെ ഗുണം എന്ന് പറയുന്നത്. ഇത് ചേർത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി, സാധാരണ ഖുർആനുള്ള കൂലി പറയുമ്പോൾ ഓരോ ഹർഫിനും 10 നന്മ കിട്ടും എന്ന് പറയുമ്പോൾ സഹോദരന്മാരെ, നമ്മൾ ചിന്തിക്കാത്തൊരാശ അതിൻ്റെ ഉള്ളിലുണ്ട്. എന്താ അറിയോ? ഓരോ അക്ഷരവും അള്ളാഹ് ശ്രദ്ധിക്കുന്ന അറബി ഭാഷയിലെ 10-27 അക്ഷരങ്ങളെ കൂട്ടത്തിൽ ആ അക്ഷരങ്ങൾ ഓരോന്നും പുറപ്പെടേണ്ട ചില സ്ഥലങ്ങളുണ്ട്. മഹ്റജ് എന്നാ പറയാം. ആ അക്ഷരങ്ങളൊക്കെ അതാത് മഹ്റജിൽ നിന്നാണോ വരുന്നത്, അവിടെ പാലിക്കേണ്ട പാലിഫ്ലാമി ഒന്ന് മദ്ദുണ്ട്, അത് നീട്ടേണ്ട മിഖ്ദാർ അനുസരിച്ച് നീട്ടുന്നുണ്ടോ അള്ളാഹ് ശ്രദ്ധിക്കുട്ടോ. നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടതാ. ഒരു പേജ് ഖുർആൻ ഓതിട്ട് ഇത് കേൾക്കുന്ന മുഴുവൻ ആളോടും എനിക്ക് ചോദിക്കാനുള്ളത്, ഞാൻ അടക്കമുള്ള നമ്മൾ ഒരു പേജ് ഖുർആൻ ഓതിട്ട് ഈ ഓതിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഓതിക്കൊടുത്ത അതേ രൂപത്തിലാണ്. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികൾക്ക് ഓതിക്കൊടുത്ത അതേ രൂപത്തിലാണ് ഞാൻ ഈ ഒരു പേജ് ഓതിയത് നെഞ്ചത്ത് കൈവച്ച് പറയാൻ നമുക്ക് സാധിക്കണം. എന്നിട്ട് റബ്ബനാ തഖബ്ബൽ മിന്നാ എന്ന് പ്രാർത്ഥിക്കണം. അങ്ങനെയാണോ എന്ന് നമ്മളെല്ലാവരും പരിശോധിക്കേണ്ടതുണ്ട്. ദുനിയാവിന്റെ കാര്യം അത്ര ശ്രദ്ധിക്കും ഞാനും. ദുനിയാവിന്റെ ഒരു പേപ്പർ, ഒരു ഇംഗ്ലീഷിൽ ഒരു കടലാസ് ഗവൺമെന്റിൽ നിന്നോ കോടതിയിൽ നിന്നോ വന്നാൽ നമ്മളത് അറിയുന്ന ആളെടുത്ത് പോയിട്ട് അതിന്റെ വിശദീകരണം ചോദിച്ച് മനസ്സിലാക്കൂലേ? കാരണം എന്താ? കോടതിയിൽ നിന്ന് വന്നതാണ്. എന്താണെന്ന് അറിയാഞ്ഞാൽ പറ്റൂല. നമുക്ക് ഏകദേശം ധാരണയുള്ള രൂപത്തിൽ അത് വായിച്ച് മനസ്സിലാക്കിയിട്ട് അവിടെ ഇട്ടാൽ മതിയോ? പോരാ. ഈ ഖുർആൻ ആരാ അയച്ചതാ? അള്ളാഹ് അയച്ചതാ. അതെന്തിനാ? അത് ഓതാനും കൂടിയാ. എങ്ങനെയാ ഓതേണ്ടത്? അള്ളാഹ് ഓതിക്കൊടുത്ത മാതിരി ഓതണം, ജിബ്രീൽ ഓതിക്കൊടുത്ത മാതിരി ഓതണം. അതാണ് എന്ന് ഉറപ്പ് വരുത്താനും കൂടി നമുക്ക് ബാധ്യത ഉണ്ട് എന്നുകൂടെ ഇതിനോട് ചേർത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇരിക്കട്ടെ. അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. ദാലികൽ കിതാബു, അതാകുന്നു ഗ്രന്ഥം. ഈ അത് തന്നെ വളരെ ദൂരമുള്ളതിനാണല്ലോ പറയാം. ഹാദാ വലതുൻ ഹാദിഹി ബിന്ദുൻ. ഇതൊരാൺകുട്ടിയാണ്, ഇതൊരു പെൺകുട്ടിയാണ്. ദാലിക വലതുൻ തിൽക്ക ബിന്ദുൻ. അതൊരു പെൺകുട്ടിയാണ്, അതൊരാൺകുട്ടിയാണ്. ഇവിടെ അത് എന്നുള്ള പദമാണ് ഉപയോഗിച്ചത്. അതെന്താ കാരണം? അത് അറബി ഭാഷയിൽ ആദരവിനെ സൂചിപ്പിക്കാൻ ഈ പദം ഉപയോഗിക്കാറുണ്ട്, തൊട്ടടുത്തുള്ളതാണെങ്കിലും. ആ നിലക്കാണ് ഇവിടെ ദാലിക്കൽ കിതാബു എന്ന് പറഞ്ഞുള്ളൂ. അൽ കിതാബ്, ഇതാകുന്നു യഥാർത്ഥ ഗ്രന്ഥം. കിതാബും അൽ കിതാബും എന്നുള്ള വ്യത്യാസം എന്താ? ഇപ്പൊ റജുലുൻ ഒരാള്, ആരും ആവാം. അതിൽ അലിഫ്ലാം ചേർന്നാൽ റജുലു അയാള് ഒരു പ്രത്യേക ആളായി. കിതാബ് ദാലിക്ക കിതാബ്, ഇതൊരു ഗ്രന്ഥമാണ്, വേറെയും കുറെ ഗ്രന്ഥം ഉണ്ടെന്നായി. അല്ല, ദാലിക്കൽ കിതാബ്, ഇതാണ് യഥാർത്ഥത്തിലുള്ള ഗ്രന്ഥം. ലോകത്തൊരാൾ ഒരു പുസ്തകവും വായിച്ചില്ല നിൽക്കുക, ഈ ഗ്രന്ഥം വായിച്ചാൽ അവൻ ഏറ്റവും നല്ല മനുഷ്യനാവും. ലോകത്തൊരാൾ ഒരുപാട് പുസ്തകം വായിച്ചു നിൽക്കുക, ഈ ഗ്രന്ഥവും വായിച്ചില്ലെങ്കിലോ അവന്റെ മനസ്സിന് ഒരു മാറ്റം ഉണ്ടാവില്ല. 1. 2, മനസ്സിന്റെ സംസ്കരണം ഈ ഗ്രന്ഥത്തിലൂടെ മാത്രമേ നടക്കുള്ളൂ. ലോകത്ത് ഏറ്റവും വൃത്തികെട്ട മനുഷ്യന്മാർ ജീവിച്ച സ്ഥലം അറേബ്യ. ക്രിസ്താബ്ദം 6-ാം നൂറ്റാണ്ടിനെ പറ്റി ലോകത്തൊരു ചരിത്രകാരന്മാരും നല്ലത് പറഞ്ഞിട്ടില്ല. ഡാർക്ക് ഏജ്, ഇരുണ്ട യുഗം എന്നാ. ലോകം മുഴുവൻ കീഴടക്കാൻ ഇറങ്ങിയ അലക്സാണ്ടർ പോലും അവഗണിച്ച് തള്ളിയ പ്രദേശമാണ് മക്ക. അവിടെയാണ് സഹോദരന്മാരെ മക്കയിലെ ഊഷര ഭൂമിയെ പോലെ ഊഷരമായ മനസ്സുള്ള ഒരു വിഭാഗം ജനങ്ങളിലേക്കാണ് അല്ലാഹു ഖുർആൻ ഇറക്കുന്നത്. ആ ഖുർആൻ സംസാരിക്കുന്നത് മനുഷ്യന്റെ മനസ്സിനോടാ. മനുഷ്യന്റെ മനസ്സിനെ സംസ്കരിക്കാൻ ഇതല്ലാത്ത ഒരു വഴിയില്ല. മദീനയിലേക്ക് ദഅവത്തിന് പോകാൻ വേണ്ടി അല്ലാഹുവിന്റെ റസൂൽ നിയോഗിച്ചത് മിസ്അബ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിനെ. അദ്ദേഹം അറിയപ്പെടുന്നത് മുഖ്രി എന്നാണ്, ഖുർആൻ ഓത്തുകാരൻ എന്നറിയപ്പെടുക. അദ്ദേഹം മദീനയിലെ ഓരോ വീട്ടിലും കയറിയിട്ട് സലാം പറയും, ഖുർആനാണ്.
ഒന്നും വർത്താനൊന്നും പറയില്ല. ആ ഖുർആൻ കേൾക്കുമ്പോൾ മുസ്ലിമാവും. അങ്ങനെ അറബി ഭാഷ അറിയുന്ന ആളുകളെ ഈ കേട്ട മാത്രമേ തന്നെ മനസ്സിൽ പ്രതികരണം ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഏക ഗ്രന്ഥം ഖുർആനാണ്. അതേപോലെ ഖുർആൻ സംസാരിക്കുന്നത് മനുഷ്യന്റെ മനസ്സിനോടാണ്, ശരീരത്തോടല്ല. ഖുർആൻ മാറ്റമുണ്ടാക്കുന്നതും മനുഷ്യന്റെ മനസ്സിനോടാണ്. 100 യുഗപുരുഷന്മാർ, ചരിത്രത്തിൽ സ്വാധീനം ചെലുത്തിയ 100 യുഗപുരുഷന്മാരെ പറ്റി ദി 100 എന്ന പുസ്തകം മൈക്കൽ എച്ച് ഹേർട്ട് എന്ന പാശ്ചാത്യ ചരിത്രകാരൻ എഴുതി. അതിൽ 100 ആള് ചരിത്രത്തിൽ ഇൻഫ്ലുവൻസ്, സ്വാധീനം ചെലുത്തിയ 100 ആളുകളെ ചരിത്രത്തിൽ എടുത്തപ്പോൾ ഇദ്ദേഹം ക്രിസ്ത്യാനിയാണ്. അദ്ദേഹം ദൈവമായും ദൈവപുത്രനായും വിശ്വസിക്കുന്ന യേശു ക്രിസ്തു ഈസാ നബിക്ക് 5ാം സ്ഥാനം കൊടുത്തത്. 1ാം സ്ഥാനം കൊടുത്തത് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്. അദ്ദേഹം ഒരു സമൂഹത്തിൽ ഉണ്ടാക്കിയ ആത്മീയവും ഭൗതികവുമായ വളർച്ചയുടെ അളവ് നോക്കിയിട്ടാണ് അദ്ദേഹം 1ാം സ്ഥാനം കൊടുത്തത്. അതിന് സഹായിച്ചത് ഈ ഗ്രന്ഥമാണ്. പ്രൊഫസർ ഫിലിപ്പ് ഹിറ്റി ഇസ്ലാമിക വിരുദ്ധനാണ്, പ്രവാചക വിരുദ്ധനാണ്. പക്ഷെ അദ്ദേഹത്തിന് ഒരു സമൂഹത്തിന്റെ സാംസ്കാരികമായ വളർച്ചയിൽ അദ്ദേഹത്തിൻ്റെതായ പല പ്രിൻസിപ്പിൾസുകളും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് അദ്ദേഹം പറഞ്ഞത്, ഒരു സമൂഹം അപ്പോ പ്രൊഫസർ ഫിലിപ്പിറ്റി പറയാണ്, അദ്ദേഹം പറഞ്ഞത് 100 കൊല്ലല്ലാതെ സാംസ്കാരികമായി തളർന്നു പോയ സമൂഹത്തെ ഉയർത്തി ഏറ്റവും നല്ല മനുഷ്യരാക്കാൻ കഴിയില്ല. അതിനെതിരായിട്ട് അദ്ദേഹം കാണുന്നത് 23 വർഷം കൊണ്ട് മുഹമ്മദ് നബി ക്രിസ്താബ്ദം 6ാം നൂറ്റാണ്ടിൽ മക്കയിൽ ഉണ്ടാക്കിയ സാംസ്കാരികമായ വിപ്ലവമാണ്. അതിന് അദ്ദേഹം അവസാനം പറയുന്നത്, ഇതൊരു മനുഷ്യന്റെ വിജയമല്ല, ഇതൊരു ഗ്രന്ഥത്തിന്റെ വിജയമാണ്. ദാറ്റ് ഈസ് ഖുർആൻ. അതാണ് ഖുർആൻ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അത്ഭുതപ്പെടുന്നത് അദ്ദേഹത്തിന്റെ നിരീക്ഷണത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഏതൊരു സമൂഹത്തെയാണ് അല്ലാഹു ഖുർആൻ പരിവർത്തിപ്പിച്ചത്? ആ സമൂഹത്തെ പറ്റി ഖുർആൻ ആദ്യം പറഞ്ഞത് ഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ, വളരെ വ്യക്തമായ വഴികേടിലുണ്ടായിരുന്ന സമൂഹം. 23 കൊല്ലം കഴിഞ്ഞപ്പോൾ അതേ സമൂഹത്തെ പറ്റി അതേ ഖുർആൻ പറഞ്ഞു, കുൻതും ഖൈറ ഉമ്മ, നിങ്ങളാണ് ഏറ്റവും നല്ല മനുഷ്യന്മാരും. എവിടുന്നാ വന്നതെന്ന് അറിയോ? ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഒരു കല്യാണം നടന്നാൽ ആണും പെണ്ണും അങ്ങാടി കൂടെ നടക്കൂലേ? നടക്കും. എന്തെങ്കിലും പ്രയാസമുണ്ടോ? പ്രയാസമല്ല. പക്ഷേ അന്നൊരു വിവാഹം കഴിച്ച ഒരു അറബി സുഹൃത്ത് അങ്ങാടി കൂടെ ഭാര്യയായിട്ട് പോയാൽ ഈ എതിരെ വരുന്ന ഒരു അറബിക്ക് തോന്നുകയാണ്, ഈ പെണ്ണ് നല്ല സൗന്ദര്യം ഉണ്ടല്ലോ എന്ന് തോന്നുകയാണ്. തോന്നുന്നതിന് വിരോധമൊന്നുമില്ല. പക്ഷെ അയാൾക്ക് തോന്നുകയാണ്, ഈ പെണ്ണിന് എനിക്ക് കിട്ടണം. അപ്പൊ ആ പെണ്ണിന് വേണ്ടി ഈ പുയ്യാപ്പിളയും ഈ അറബിയും തമ്മിൽ സംഘട്ടനം ഉണ്ടാവും. ഈ പുയ്യാപ്പിള പരാജയപ്പെട്ട് നിൽക്കുക, ഈ പെണ്ണിന്റെ കൈയും പിടിച്ചോനാണ്ട് പോകും. നമ്മുടെ നാട്ടിൽ ചിന്തിക്കാൻ കഴിയില്ല. അപ്പൊ ഈ പെണ്ണ് എന്താ ചെയ്യേണ്ടത്? സത്യത്തിൽ തന്റെ ഭർത്താവിനെ അടിച്ച് തള്ളിയിട്ടല്ലേ ഇവിടെ പോകാൻ പാടുണ്ടോ? പോകാൻ പാടില്ല. പക്ഷെ ആ പെണ്ണ് അയാളെ കൂടെ പോകുന്നു മാത്രമല്ല, ഈ തളർന്ന് തനിക്ക് വേണ്ടി അടി കൊണ്ട് കിടക്കുന്ന ഈ ഭർത്താവിന്റെ മുഖത്ത് നോക്കി ഈ പെണ്ണ് പറയും, അത്രേ ആണുങ്ങളായാലും ഇങ്ങനെ വേണം. അത്രയും സാംസ്കാരിക വളർച്ച ഇല്ലാത്തൊരു സമൂഹം. ഞായറാഴ്ച ഒരു കല്യാണത്തിന് നമ്മളെ കുടുംബസമേതം വിളിച്ചാൽ രാവിലെ ചായ ഉണ്ടാക്കിയാൽ പിന്നെ ഉച്ചക്ക് ചോറ് വേണ്ടല്ലോ, വേണ്ട. അപ്പൊ നമ്മളെന്ത് ചെയ്യും? ഭർത്താവും മക്കളൊക്കെ കുളിക്കാൻ പോകും, ഭാര്യ തിരുമ്പാളൊക്കെ എടുത്ത് അങ്ങോട്ട് പോകും. ഒരു 10-10 ആകുമ്പോഴത്തേനോളെ തിരുമ്പലും കുളിയൊക്കെ കഴിഞ്ഞു. അപ്പോഴത്തേന് നമ്മളും കുളിച്ചു ഡ്രസ്സ് മാറി 11 മണിക്ക് കല്യാണത്തിന്. അങ്ങനെ ഒരു അറബിനെ ഒരു കുടുംബസമേതം കല്യാണത്തിന് വിളിച്ചു. ആ ഭാര്യ രാവിലെ ചായ ഉണ്ടാക്കി, എല്ലാവരും കുളിച്ചു, എല്ലാവരും കുളിക്കാൻ പോയി. 11 മണിക്ക് പോയി കുളിക്കാൻ പോയി. ഈ അലക്കിയ സാധനമൊക്കെ മുറ്റത്ത് ഇങ്ങനെ അയലുമ്പല് പിരിച്ചിട്ടുണ്ട്, ഉണങ്ങണം. കല്യാണം തിരിച്ചു വന്നപ്പോൾ എല്ലാം ഉണങ്ങിക്കണം. പക്ഷെ കൂട്ടത്തിൽ ടവല് കാണാനില്ല. ടവല് എന്ന് പറഞ്ഞാൽ ഉണങ്ങിയാൽ പെട്ടെന്ന് പാറിപ്പോണ സാധനം, അതവിടെ എവിടെയെങ്കിലും വീണ് കിടക്കുന്നുണ്ടാവും എന്ന് ചിന്തിച്ച് നോക്കുന്നതിന് പകരം അയൽവാസി ചിന്തിക്കുകയാണത് അയൽവാസി കട്ടതായിരിക്കും. ഈ വീട്ടുകാരി പെണ്ണ് ആണും ചിന്തിക്കുന്നത് ഈ ടവല് അയൽവാസി കട്ടതായിരിക്കും. കക്കാണെങ്കിൽ വില കൂടിയ വസ്ത്രത്തിലെ കക്കണത്, എല്ലാ വസ്ത്രവും അവിടെ ഉണ്ട്. അങ്ങനെ ഒരു ടവല് കാണാനില്ലാത്തതിന്റെ പേരിൽ അത് അയൽവാസി കട്ടതാണ് എന്ന ധാരണയുടെ പേരിൽ ഈ 2 കുടുംബങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്ത് 80 കൊല്ലം. വൈകുന്നേരം രാവിലെ തുറന്നിട്ട ഒട്ടകം വൈകുന്നേരം വയറ് നിറച്ച് വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഒരൊട്ടകത്തിന് വയറ് അറിയില്ല. ആ ഒട്ടകം അയൽവാസിന്റെ പറമ്പക്ക് തലട്ടിട്ട് അയൽവാസിന്റെ പറമ്പിലെ ഈത്തപ്പഴത്തിന്റെ ഒരു കൊല, ഒരു ഇല കണ്ട് ഭക്ഷിച്ചു. ഒരൊട്ടകം ഒരു ഈത്തപ്പഴത്തിന്റെ ഇല ഭക്ഷിച്ചു, ഒരു തെങ്ങിന്റെ മടല് ഭക്ഷിക്കണ മാതിരി. അതിന്റെ പേരിൽ ഈ 2 കുടുംബങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്തത് 300 കൊല്ലം, 3 നൂറ്റാണ്ട്. ഒരു ഒട്ടകം ഒരു വൃക്ഷത്തിന്റെ ചെടി തിന്നതിന്റെ പേര്, ഒരു ഇല തിന്നതിന്റെ പേര് അത്രയും പകയുണ്ടായിരുന്ന ഒരു സമൂഹം. വലൗലാ സലാസുൻ ഹുന്ന മിൻ ഈശത്തിൽ ഫത,
ഒരു യുവാവിന്റെ ജീവിതത്തിൽ 3 കാര്യങ്ങൾ ഇല്ലെങ്കിൽ എന്തർത്ഥ ജീവിതത്തിലുള്ളത്? എന്താണത്? 1 കള്ള്, മറ്റൊന്ന് പെണ്ണ്, 3 യുദ്ധം. അങ്ങനെ ജീവിച്ചിരുന്ന ഒരു സമൂഹം, ആ സമൂഹത്തിലേക്കാണ് ഖുർആൻ ഇറങ്ങുന്നത്. അവരെയാണ് കുൻതും ഖൈറ ഉമ്മ എന്ന് പിന്നീട് ഖുർആൻ തന്നെ വിശേഷിപ്പിച്ചത്. ആ ഒരു പഠനത്തിലേക്കാണ് നമ്മൾ കാലുവെച്ചിരിക്കുന്നത്. എന്താ ഖുർആൻ? അതാണ് അതാണ് ഗ്രന്ഥം. ദാലിക്കൽ അതാണ് യഥാർത്ഥത്തിലുള്ള ഗ്രന്ഥം. ഇത് പഠിക്കാനും പഠിപ്പിക്കാനും ബേസിക് ക്വാളിഫിക്കേഷൻ ഇല്ല. ഖുർആന്റെ മാത്രം പ്രത്യേകതയാണ്. പഠിപ്പിക്കാൻ വന്ന ആൾക്ക് സ്വന്തം പേരെഴുതാൻ അറിയില്ല. പഠിക്കാൻ പ്രായവ്യത്യാസം ഉണ്ടോ? ഇല്ല. ഇനി എവിടുന്നാ തുടങ്ങേണ്ടത്? ലോകത്തുള്ള എല്ലാ ഗ്രന്ഥവും 1-ാമത്തെ അധ്യായം വായിക്കാത്തവൻ 2-ാമത്തെ അധ്യായം മനസ്സിലാവില്ല. 1-ാം ക്ലാസ് പഠിക്കാത്ത കുട്ടിക്ക് 2-ാം ക്ലാസ് പഠിക്കാൻ കഴിയോ? ഇല്ല. എന്നാ ഖുർആനോ? നിങ്ങൾ കണ്ണ് പൂട്ടുക, ഖുർആൻ എടുത്ത് തുറക്കുക, ആടുന്നാട് പഠിച്ചോളി. ഇങ്ങനെ ലോകത്ത് ഏത് വേദഗ്രന്ഥമാണ് ഉള്ളത്? ഒരു വേദഗ്രന്ഥമില്ല. ഇനി ഖുർആന്റെ ഭാഷ അറബിയോ? ഒരു കാലത്തും കലർപ്പില്ലാത്ത വിധം നിലനിൽക്കുന്ന ഏക ഭാഷ. ഭാഷാ ചരിത്രം എന്ന് പറഞ്ഞാൽ ഒരു ഭാഷ ഉണ്ടായിട്ട് 10-500 കൊല്ലല്ലാതെ ആ ഭാഷക്ക് ഉണ്ടായ അതേ കോലത്തിൽ നിലനിൽക്കാൻ കഴിയില്ല. നിങ്ങൾ നോക്കൂ, കേരളത്തിലെ എല്ലാ ജില്ലയിലും മലയാള ഭാഷയിൽ പോലും വ്യത്യാസങ്ങളില്ലേ? ഈ മലപ്പുറത്താണല്ലേ എന്നെപ്പോഴാ തോന്നുക? മലപ്പുറം മലയാളം നമുക്കറിയാം. ഒരാളെ സംസാരം കേട്ടാ തൃശ്ശൂർക്കാരൻ മനസ്സിലായി, അങ്ങനെ തൃശ്ശൂര ഭാഷ വേറെ രൂപത്തിലാണ്. അങ്ങനെ ഓരോ ജില്ലക്ക് ഓരോ മലയാള ശൈലി. എന്നാൽ അറബിയോ? അറബി എല്ലാം ശുദ്ധമാണ്. ആ അറബി ഭാഷയിലാണ് ഖുർആൻ ഇറക്കിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഖുർആൻ ദാലിക്കൽ കിതാബ്, ഇതാണ് പഠിക്കേണ്ട ഗ്രന്ഥം, ഇതാണ് യഥാർത്ഥത്തിൽ മനുഷ്യർക്ക് ഏറ്റവും ഉപകാരമുള്ള ഗ്രന്ഥം. അതുകൊണ്ടാണ് സ്വഹാബികൾ ആ ഖുർആനെ സംരക്ഷിക്കാൻ എല്ലാം സമർപ്പിച്ചത്. മദീനത്തെ പള്ളിയിൽ 2 മിമ്പർ ഉണ്ടായിരുന്നു. ഒരു പള്ളിയിൽ ഒരു മിമ്പറല്ല ഉണ്ടാകുക. മദീനത്തെ പള്ളിയിൽ 2 മിമ്പർ. ഒന്ന് റസൂലുള്ളാഹിക്ക് ഖുതുബ പറയാനാണ്, മറ്റൊന്ന് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ഷാഇറുർ റസൂൽ, പ്രവാചകന്റെ കവി എന്നറിയപ്പെടുന്ന ആളാണ്. കവിതയിലൂടെ ഇസ്ലാമിനെ വിമർശിച്ചാൽ അതിന് മറുപടി പറയാൻ അള്ളാഹുവിന്റെ റസൂൽ ഉണ്ടായി കൊടുത്ത മിമ്പർ, 2-ാമത്തെ മിമ്പർ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു മിമ്പറാണ്. ആ ഹസ്സാൻ റളിയല്ലാഹു അൻഹു ലോകത്തെ മുസ്ലിങ്ങളോട് പറയുന്ന ഒരു വാക്കുണ്ട്, ബദൽനാ ലഹുൽ അംവാല മിൻ ജില്ലി മാലിന വ അൻഫുസനാ അൻഹു റഗാബത്ത ആസിയ നുഹരിബു മൻ ആദാ മിനൻ നാസി കുല്ലിഹിം ജമീഅൻ വ ഇൻ കാനൽ ഹബീബുൽ മുസാഫിയ. ബദൽനാ ലഹുൽ അംവാല മിൻ ജില്ലി മാലിന, ഞങ്ങളെ സമ്പത്ത്, ഞങ്ങളെ സമയം, ഞങ്ങളെ അധ്വാനം, ഞങ്ങളെ ആരോഗ്യം ഏറ്റവും കൂടുതൽ ഞങ്ങൾ ചെലവഴിച്ചത് ഈ ഖുർആൻ പഠിക്കാനും അത് നിലനിർത്താനും അത് പ്രചരിപ്പിക്കുവാനുമാണ്. 1. 2. നുഹാരിബു മൻ ആദാ മിനൻ നാസി കുല്ലിഹിം ജമീഅൻ വ ഇൻ കാനൽ ഹബീബുൽ മുസാഫിയ. അടുത്ത ബന്ധുക്കളായിരുന്നിട്ട് പോലും ബദറിലും ഉഹുദിലും അടക്കം ഡസൻ കണക്കിന് യുദ്ധങ്ങളിൽ ഞങ്ങൾ ഉറ്റ ബന്ധുക്കളോട് ഞങ്ങൾക്ക് ആയുധം കൊണ്ട് അടരാടേണ്ടി വന്നു. ഈ ഖുർആനെ നശിപ്പിക്കാൻ ഇറങ്ങിയോണ്ടാ, അതുകൊണ്ടാണ് ഞങ്ങൾ ആയുധം എടുത്തത് അല്ലേ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ബാപ്പനെ ഉന്തി തള്ളിയിട്ടില്ലേ? അമീനുൽ ഉമ്മ, ഈ ഉമ്മത്തിലെ വിശ്വസ്തൻ എന്നറിയപ്പെടുന്ന അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ബദർ യുദ്ധത്തിൽ ആദ്യം കൊന്നത് സ്വന്തം പിതാവിനെ. എന്തിന്റെ പേരിൽ? ഈ ഖുർആനെ നശിപ്പിക്കാൻ വന്നതിന്റെ പേരില്ല. വനഅലമു അന്നല്ലാഹ ലാ റബ്ബ ഗൈറഹു വ അന്നാ കിതാബല്ലാഹി അസ്ബഹ ഹാദിയ. എന്താ ഞങ്ങൾ ഇങ്ങനെ പറയാൻ, ഇങ്ങനെ പ്രതികരിക്കാൻ കാരണം? വനഅലമു, ഞങ്ങൾക്ക് മനസ്സിലായി, അന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു, ലാ റബ്ബ ഗൈറഹു, അവനല്ലാതെ ഒരു ആരാധ്യനില്ല. പിന്നെ വ അന്നാ കിതാബല്ലാഹി അസ്ബഹ ഹാദിയ, ഈ ഗ്രന്ഥത്തെ പോലെ മാറോട് ചേർക്കേണ്ട, ചേർത്ത് പിടിക്കേണ്ട, സന്മാർഗത്തിലെത്തിക്കണേ, വിജയത്തിലെത്തിക്കണേ മറ്റൊരു ഗ്രന്ഥമല്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായപ്പോൾ എല്ലാം സമർപ്പിച്ച് ഈ ഗ്രന്ഥത്തെ മാറോട് ചേർത്തു. ദാലിക്കൽ കിതാബ്, ഇതാകുന്നു യഥാർത്ഥത്തിൽ ഗ്രന്ഥം. ലാ റൈബ ഫീ, ഒരു സംശയവും ഈ ഖുർആന്റെ വിഷയത്തിൽ ഒരു വിഷയത്തിലുമില്ല. ലാ റൈബ ഫീ, സംശയമില്ല എന്ന് പറഞ്ഞാൽ ഈ ഖുർആൻ അള്ളാഹുവിൽ നിന്നാണ് ഇറങ്ങിയത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇത് ലോകത്തോട് വെട്ടിത്തുറന്ന് പറഞ്ഞ ഏക ഗ്രന്ഥം ഖുർആൻ മാത്രമാണ്. ലോകത്ത് ഒരുപാട് വേദഗ്രന്ഥത്തിന്റെ പുറംചേട്ടി അണിഞ്ഞ ഗ്രന്ഥങ്ങളുണ്ട്. ബൈബിൾ പരിശോധിച്ച് നോക്കുക, ഇത് ദൈവികമാണെന്ന് ബൈബിളിന്റെ ഏതെങ്കിലും കോപ്പിയിൽ പറയുന്നുണ്ടോ? ഇല്ല. ഭഗവത്ഗീത പരിശോധിച്ച് നോക്കുക, എത്ര ആൾ പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്, അതിന്റെ പുറത്ത് ഇത് ദൈവികമാണെന്ന് എഴുതിയിട്ടുണ്ടോ? ഇല്ല. എന്നാൽ ഖുർആൻ തൻസീലും മിർ റബ്ബിൽ ആലമീൻ, എത്ര സ്ഥലത്ത് അല്ലാഹു പറഞ്ഞു? ഇത് ലോകരക്ഷിതാവായ അള്ളാഹുവിൽ നിന്നിറങ്ങിയതാകുന്നു. സംശയമുണ്ടോ? വ ഇൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ,
ഫഅ്തൂ ബിസൂറത്തിൻ മിൻ മിസ്ലിഹി വദ്ഉ ശുഹദാഅക്കും മിൻ ദൂനില്ലാഹി ഇൻ കുൻതും സ്വാദിഖീൻ. നമ്മൾ പഠിക്കാൻ പോണ ആയത്താ ഇതേ സൂറത്തിലെ. എൻ്റെ അടിമക്ക് ഇറക്കി കൊടുത്ത ഈ ഗ്രന്ഥത്തിൽ എന്നിൽ നിന്നാണ് എന്ന വിഷയത്തിൽ നിങ്ങൾക്ക് സംശയമുണ്ടോ? ഫഅ്തൂ ബിസൂറത്തിൻ മിൻ മിസ്ലിഹി, ഒരു സൂറത്ത് നിങ്ങൾ കൊണ്ടുവരി. നിങ്ങൾ ഒറ്റക്ക് വേണ്ട. വദ്ഉ മനിസ്തതഅതും മിൻ ദൂനില്ലാഹി, അല്ലാഹു അല്ലാത്ത ആരെങ്ങൾ വിളിച്ചോളി. ഇൻ കുൻതും സ്വാദിഖീൻ, നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ. എന്നിട്ട് അല്ലാഹു പറഞ്ഞാലോ, വഇല്ലം തഫ്അലു ഫലൻ തഫ്അലു, ഇന്ന് നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയില്ലെങ്കിൽ ലോകാവസാനം വരെ കൊണ്ടുവരാൻ കഴിയൂല. എന്താ പറയാൻ കാരണം? അത് അന്നാണ് അറബി സാഹിത്യത്തിലെ ഏറ്റവും ക്ലാസിക്കുകളായ ഗ്രന്ഥങ്ങൾ വിരചിതമായത്. അറബി സാഹിത്യത്തിന്റെ ഏറ്റവും സുവർണ കാലഘട്ടമായിരുന്നു ക്രിസ്താബ്ദം 6-ാം നൂറ്റാണ്ടിൽ. ഇന്ന് നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയില്ല, ലോകാവസാനത്തിൽ വരെ കൊണ്ടുവരാൻ കഴിയില്ല. അതുകൊണ്ട് ഒന്നാമത് ഇത് ലാ റൈബ ഫീഹി, ഈ ഗ്രന്ഥത്തിൽ ഒരു സംശയവും ഇല്ല എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ സംഗതി ഇത് അള്ളാഹുവിൽ നിന്നാണ് എന്നതിൽ യാതൊരു സംശയവും ഇല്ലാണ്. അത് നമ്മൾ ഉറപ്പുവരുത്തണം സഹോദരന്മാരെ. മുസ്ലിങ്ങളെ നമ്മളെ ബാധ്യതയാണത്. അതിന് ഖുർആൻ എന്താ പറഞ്ഞതല്ലോ, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, നിങ്ങൾ ഖുർആനെ പറ്റി ചിന്തിക്കണില്ലേ? ലോകത്ത് ഏത് ഗ്രന്ഥ ആ ഗ്രന്ഥത്തെ പറ്റി ചിന്തിക്കണം എന്ന് പറഞ്ഞ ഖുർആൻ അല്ലാതെ ലോകത്ത് ഒരു ഗ്രന്ഥവും അത് ആ ഗ്രന്ഥത്തിന്റെ അനുയായികളോട് നിങ്ങൾ ഈ ഗ്രന്ഥത്തെ പറ്റി ചിന്തിച്ച് പഠിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. ഖുർആൻ പറഞ്ഞു അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, നിങ്ങൾ ഖുർആനെ പറ്റി ചിന്തിക്കുന്നില്ലേ? വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹ്, ഈ ഗ്രന്ഥമെങ്ങാനും അള്ളാഹു അല്ലാത്ത ആരിൽ നിന്നെങ്കിലും ഉണ്ടായതായിരുന്നെങ്കിൽ ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറാ, ധാരാളം വൈരുദ്ധ്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുമായിരുന്നു. അതുകൊണ്ട് ലാ റൈബ ഫീഹി, ഇത് അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. ഒന്ന്. രണ്ട്, ഇതിൽ പറയുന്ന കാര്യങ്ങൾ വിശ്വാസ കാര്യങ്ങളുണ്ട്, പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങൾ, പ്രപഞ്ചത്തിന്റെ കുറ്റമറ്റ വ്യവസ്ഥയുണ്ട്, മരണശേഷം നമ്മൾ കാണാൻ പോകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അല്ല, ഈ ദുനിയാവിൽ തന്നെ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന പല കാര്യങ്ങളെ പറ്റി ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം സത്യമാണ്. പുലർത്തി കാണിച്ചു കൊടുത്തില്ലേ? ഒലിബത്തി റോമ രാജ്യം മറികടന്നിരിക്കുന്നു, റോം വിജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത് എപ്പോഴത് പറഞ്ഞത്? ഹുദൈബിയ സന്ധിയോടനുബന്ധിച്ച്. റോം എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികളാണ്, പേർഷ്യ എന്ന് പറഞ്ഞാൽ മുശ്രിക്കുകളാണ്, ബഹുദൈവ വിശ്വാസികളാണ്. ഇവർ തമ്മിൽ സംഘട്ടനം ഉണ്ടാവൽ സ്വാഭാവികമായിരുന്നു. ഏകദേശം ഈ പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഇവർ തമ്മിൽ യുദ്ധമുണ്ടായി. റോം പരാജയപ്പെട്ടു. പേർഷ്യ റോമിന്റെ ചില സ്ഥലങ്ങൾ കൈയടക്കി. ഈ സ്വാഭാവികമായി ക്രിസ്ത്യാനികളുള്ള പിന്നെ റോമിനോട് മുസ്ലിങ്ങൾക്കൊരടുപ്പം സ്വാഭാവികമാണ്. ഈസാനബിന്റെ അനുയായികളാണല്ലോ. പേർഷ്യ ബഹുദൈവ വിശ്വാസികളാണ്. അപ്പോൾ മക്കയിലെ മുശ്രിക്കുകളൊക്കെ പേർഷ്യക്കാരെ ഭാഗത്ത് വരുന്നു. അങ്ങനെ പേർഷ്യ ജയിച്ചപ്പോൾ ശത്രുക്കൾ, ഇസ്ലാമിന്റെ ശത്രുക്കൾ മുസ്ലിങ്ങളോട് പല വീരവാദവും മുഴക്കിയിട്ട് അത് അങ്ങനെ അവരെ പരാജയപ്പെടുത്തിയതുപോലെ ഞങ്ങൾ നിങ്ങളെയും പരാജയപ്പെടുത്തും എന്നൊക്കെ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴാണ് ആഴത്തരം ഒലിബത്തി റോം വിജയിക്കും. അടുത്ത സമയത്ത് ഫീ ബിളുഅസിനീന, ബിളു എന്ന് പറഞ്ഞാൽ 9-ൽ കുറഞ്ഞ സംഖ്യക്കാ പറയാം, അല്പ വർഷത്തിനുള്ളിൽ റോം വിജയിക്കുമെന്ന് ഖുർആൻ പറഞ്ഞപ്പോൾ, ഖുർആൻ പറഞ്ഞതാണല്ലോ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമയ്യത്ത് ബിൻ ഖലഫ് ആ വിഷയത്തിൽ പന്തയം വരെ വെച്ചു എന്നാണ്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതാനും വർഷങ്ങൾക്ക് തൊട്ടടുത്ത സമയത്ത് തന്നെ അത് വിജയിപ്പിച്ച് കാണിച്ചു കൊടുത്തു. അപ്പൊ ഖുർആൻ പറഞ്ഞൊരു സംഗതി ഒരിക്കലും നടക്കാത്തതാ. പേർഷ്യ റോമിനേക്കാൾ എത്രയോ ശക്തന്മാരും സമ്പന്നന്മാരുമാണ്. റോമിന്റെ അന്നത്തെ പരാജയം അനുസരിച്ച് അടുത്ത കാലത്തൊന്നും പേർഷ്യയെ പരാജയപ്പെടുത്തുന്നത് ചിന്തിക്കാൻ കഴിയില്ല. ആ സമയത്ത് അള്ളാന്റെ വാഗ്ദാനം അള്ളാഹ് പൂർത്തിയായി കാണിച്ചു കൊടുത്തു. എന്തിനാ? ലാ റൈബ ഫീഹി. ഈ ഖുർആൻ ഒരു സംഗതി പറഞ്ഞാൽ ദുനിയാവിൽ ഒരു മാറ്റം ഉണ്ടാവില്ലെങ്കിൽ പരലോകത്തും ഉണ്ടാവില്ല. ദുനിയാവിൽ അള്ളാഹു ഉണ്ടാവും എന്ന് പറഞ്ഞ സംഗതി നിങ്ങളെ കണ്ണിന് മുമ്പിൽ അള്ളാഹ് കാണിച്ചു തന്നെങ്കിൽ മരണാനന്തരം ഉണ്ടാകുമെന്ന് ഖുർആൻ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും ഇത് പകൽ വെളിച്ചം പോലെ അള്ളാഹു പുലർത്തും എന്ന് പഠിപ്പിക്കുകയാണ്. ഹുദൈബിയ സന്ധിയോട് അടുത്താണ് പേർഷ്യക്കാരെ റോമക്കാരെ പരാജയപ്പെടുത്തുന്നത്. അത് അതിന്റെ എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പാണ് അള്ളാഹ് വന്നത്. ഒലിബത്തി റോം. നമുക്കറിയാലോ, ഹുദൈബിയ സന്ധി നടന്ന സ്ഥലത്തിന് ഷുമൈസിയ എന്നാണ് ഇന്നത്തെ പേര്. അവിടുന്ന് എന്താ ഹുദൈബിയ സന്ധി? പ്രവാചകനും അനുയായികളും ഉംറ ചെയ്യാൻ വന്നു. ഉംറ ചെയ്യാൻ വന്ന് അവരെ ശത്രുക്കൾ തടഞ്ഞു, തിരിച്ചു പോകാൻ പറഞ്ഞു. അടുത്ത കൊല്ലം വന്ന് ഉംറ ചെയ്തോളാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെ അവിടെ പിന്നെ വെച്ചൊരു സന്ധി ഉണ്ടായി, കരാറ്. അതാണ് ഹുദൈബിയ സന്ധി. ആ ഹുദൈബിയ സന്ധി കഴിഞ്ഞ് ഇഹ്റാം ചെയ്ത് വന്ന മനുഷ്യന്മാർ ഇഹ്റാമിൽ നിന്ന് മോചിതരായി ബലി അറുത്ത് മക്കയിലേക്ക് മദീനയിലേക്ക് തിരിച്ചു പോവാണ്. എത്ര ദുഃഖത്തോടെ പോയത്!
അപ്പൊ അള്ളാഹ് റസൂലിന് അള്ളാഹ് സ്വപ്നം കാണിച്ചു കൊടുത്തു. ആ സ്വപ്നം അള്ളാഹു പകൽ വെളിച്ചം പോലെ തൊട്ടടുത്ത വർഷം പൂർത്തീകരിച്ചു കൊടുത്തില്ലേ. ലഖദ് സദഖല്ലാഹു റസൂലഹു റുഇയ ബിൽ ഹഖ് ലതദ്ഖുലന്നൽ മസ്ജിദൽ ഹറാമ ഇൻഷാ അല്ലാഹു ആമിനീൻ മുഹല്ലിഖീന റൂസഹും വമുഖസ്സിരീന ലാ തഖാഫൂൻ ഫഅലിമ മാ ലം തഅലമൂ ഫജഅല മിൻ ദൂനി ദാലിക ഫത്ഹൻ ഖരീബാ. ഖുർആൻ സൂറത്തുൽ ഫത്ഹ് വായിച്ചാൽ കാണാം. അള്ളാഹ് റസൂലിന് അവർ നിർഭയരായി മുടി മൊട്ടയടിച്ചവരായി ഹറമിലേക്കും പ്രവേശിക്കുന്നതും ഉംറ ചെയ്യുന്നതൊക്കെ സ്വപ്നം കാണിച്ചു കൊടുത്തു. അടുത്ത ദിവസം തന്നെ അടുത്ത വർഷം തന്നെ ഒക്കെ അതിന് തൗഫീക്ക് കിട്ടുമെന്ന് പറഞ്ഞു. പിറ്റത്തെ വർഷം ഒരു പ്രശ്നമില്ലാതെ ആ കണ്ട സ്വപ്നം അള്ളാഹു പൂർത്തീകരിച്ച് കാണിച്ചു കൊടുത്തില്ലേ. എന്താ കാര്യം? ലാ റൈബ ഫീഹി. ഈ ഖുർആനിൽ പറഞ്ഞ ഒരു കാര്യത്തിനും ഒരു വിട്ടുവീഴ്ചയില്ല. അതങ്ങനെ തന്നെ പാലിക്കപ്പെടും എന്ന് മനുഷ്യനെ ബോധ്യപ്പെടുത്താനാണ്. അപ്പോൾ സഹോദരന്മാരെ, ഈ ഖുർആനെ സംബന്ധിച്ച് ലാ റൈബ ഫീഹി, ഇതിൽ യാതൊരു സംശയവുമില്ല. ഇത് അള്ളാഹുവിൽ നിന്നാണെന്നുള്ളതിനോ ഇതിൽ പറഞ്ഞ വാഗ്ദാനങ്ങൾക്കോ മുന്നറിയിപ്പുകൾക്കോ ഒന്നും ഒരു മാറ്റം അത് അങ്ങനെ തന്നെ പുലരും. എന്തിനാണിത്? ഹുദൻ ലിൽ മുത്തഖീൻ എന്നതുകൊണ്ട് ഇത് ഈ ഗ്രന്ഥം യഥാർത്ഥ ഗ്രന്ഥമാണ്. അതുകൊണ്ട് എല്ലാവർക്കും ഇതിൽ മാർഗദർശനം ഉണ്ടാവില്ല. മുത്തഖീങ്ങൾക്ക് ഇത് വഴി കാണിക്കും. അപ്പൊ വഴി, ഖുർആന്റെ മാർഗദർശനം കിട്ടണമെങ്കിൽ ആള് മുത്തഖിയായി ജീവിക്കാൻ തയ്യാറാവണം. ഹുദാന, വഴി, മാർഗം. അള്ളാഹു ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഭൂമിക്ക് അയക്കുമ്പോൾ 3 വാഗ്ദാനം കൊടുത്തത്. ഒന്ന്, വലക്കും ഫിൽ അർദി മുസ്തഖറുൻ, ഭൂമിയിൽ നിങ്ങൾക്ക് താമസ സൗകര്യമുണ്ട്. വമത്താഉൻ, ജീവിത വിഭവമുണ്ട്. അതെല്ലാവർക്കും ഉണ്ട്, മനുഷ്യന്മാർക്ക് മാത്രമല്ല. എന്നാൽ മനുഷ്യന്മാർക്ക് മാത്രം ഒന്നുണ്ട്. ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദൻ, എന്നിൽ നിന്ന് നിങ്ങൾക്ക് ഹുദ വരും. അതെങ്ങനെ? പ്രവാചകന്മാരിലൂടെ, വഴിയായി, വേദഗ്രന്ഥത്തിലൂടെ. ഹുദ അള്ളാഹു ജീവജാലങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. എങ്ങനെ? അവയുടെ ഒരു ബോധം ജനിച്ചു വരുമ്പം തന്നെ അതിന്റെ മനസ്സിക്ക് ഒരു ബോധം ഇട്ട് കൊടുക്കുക. ആ ബോധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഓരോ ജീവിയും വ്യത്യസ്ത രൂപത്തിൽ വീടുണ്ടാക്കുന്നതും ഇണയെ പ്രാപിക്കുന്നതും എര തേടുന്നതും ശത്രുക്കളെ പ്രതിരോധിക്കുന്നതും വ്യത്യസ്ത രീതിയിലല്ലേ. എങ്ങനെ കിട്ടിയത്? ഒരു ചരന്തിയും തന്റെ കുട്ടിക്ക് ചരന്തി വല ഉണ്ടാക്കാൻ പഠിപ്പിക്കണില്ലല്ലോ. അതെന്താ പഠിപ്പിക്കാത്തത്? അത് അള്ളാഹു ആ കുട്ടിക്ക് ജനിച്ച് വളരുമ്പം തന്നെ ഉള്ളിൽ ഒരു ബോധം ഇട്ട് കൊടുത്ത്. മനുഷ്യനെ അങ്ങനെയല്ല. മനുഷ്യന് അള്ളാഹു അവരെ കൂട്ടുന്ന ഒരാളെ തെരഞ്ഞെടുത്ത് അയാൾക്ക് വഴി കൊടുത്ത് അയാൾ വന്ന് പറഞ്ഞു കൊടുക്കുക. അതാണ് ഹുദ. ആർക്കാണ് കിട്ടുക? ആ ഹുദയെ നേർക്ക് നേരെ സമീപിക്കണം. ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്കാണ്. ഹുദ അള്ളാഹുവിൽ നിന്ന് കിട്ടണം, വേറൊരാൾക്കും കൊടുക്കാൻ കഴിയില്ല. നമുക്ക് സ്വയം ചിന്തിച്ച് നന്മയും തിന്മയും വേർതിരിക്കാൻ കഴിയില്ല. നമ്മൾ നന്മ എന്ന് വിചാരിക്കുന്നത് തൊട്ടടുത്ത ജില്ലക്കാർക്ക് തിന്മയായിരിക്കും. കോഴിക്കോട് ജില്ലയിൽ വടകര ഒരാശ്രമമുണ്ട്. നമുക്കിന്ന് പോയാൽ കാണാം. ആ ആശ്രമത്തിന്റെ ഉള്ളിലേക്ക് കയറണമെങ്കിൽ എല്ലാ തുണിയും കുപ്പായും അടിവസ്ത്രമൊക്കെ അയച്ച് അടവെക്കണം. ഉള്ളില് പൂർണ്ണ നഗ്നത. കോഴിക്കോട് ജില്ലയിൽ വടകരയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം വസ്ത്രം ധരിക്കലാണ് മോശം. നമ്മുടെ കണക്കിനോ വസ്ത്രം ധരിക്കാതെക്കലാ മോശം. മനുഷ്യൻ സ്വയം നന്മയും തിന്മയും കണ്ടെത്തിയാൽ ഉണ്ടാകുന്ന അപകടം എന്താണ്? കോഴിക്കോട് ജില്ലക്കാർക്ക് ഏതായാലും പറഞ്ഞു കൊടുക്കേണ്ടതില്ല, അള്ളാഹ് തന്നെ പറയണം. അതുകൊണ്ടാണ് ഖുർആന് ഹുദ, മാർഗദർശനം, ഫുർഖാൻ, സത്യാസത്യ വിവേചകം, ബുർഹാൻ, തെളിവ്, സുവ്യക്തമായ തെളിവ് എന്നൊക്കെ ഖുർആനെ പറ്റി പറയാൻ കാരണം അത് എവിടുന്നാണോ നമ്മളെ വാപ്പ ഇറങ്ങി വന്നത്? സ്വർഗത്തുനിന്നാ. അങ്ങോട്ട് കയറി പോവാനുള്ള വഴിയാണ്. അതാർക്കാ കിട്ടുക? ലിൽ മുത്തഖീൻ. അതിനോടുള്ള സമീപന രീതി എങ്ങനെയാ? അതനുസരിച്ചാ കിട്ടുക. മുത്തഖീങ്ങൾക്കാണ്. ആരാണ് മുത്തഖി? എന്താണ് തഖ്വന്റെ പ്രാധാന്യം? എന്താണ് തഖ്വ? അത് ഒരുപാട് ഖുർആനിൽ വിശദീകരണം വരും. സാന്ദർഭികമായി നമുക്കൊക്കെ വിശദീകരിക്കാം. ഒരു കാര്യം മാത്രം, തഖ്വക്ക് അല്ലാഹുവിന്റെ റസൂൽ ഒരു വ്യാഖ്യാനം പറഞ്ഞിട്ടില്ല. റസൂൽ അങ്ങനെ ഹൃദയത്തേക്ക് ചൂണ്ടിട്ട് തഖ്വ ഹാഹുനാന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. തഖ്വ ഇവിടെ കേട്ടോ, പിന്നുള്ളതൊക്കെ നമ്മൾ വ്യാഖ്യാനിച്ചുണ്ടാക്കിയതാ. ലളിതമായിട്ട് ഒറ്റ കാര്യം ഞാൻ പറയാം. അള്ളാഹിനോടുള്ള കടപ്പാടും സൃഷ്ടികളോടുള്ള കടപ്പാടും ഒരേപോലെ പാലിക്കുന്നതിന്റെ പേരാണ് തഖ്വ. നിങ്ങൾ ഒരാളെ ചീത്ത പറഞ്ഞ് നിസ്കരിച്ചു വെക്കേണ്ടി വേണ്ടില്ലേ, പറയണ്ടില്ലേ? കേട്ടോ, സൃഷ്ടികളെ ബന്ധം മോശമാക്കിയിട്ട് വന്നപ്പോൾ അത് മനസാക്ഷി കുത്തുണ്ടാക്കി. ഒരു തിന്മ ചെയ്ത് നിസ്കരിക്കാന്ന് നോക്കിയാണ് വേണ്ടില്ലേ? അള്ളാഹിനോടുള്ള ബന്ധം മോശമാക്കി. ഇത് രണ്ടും, അള്ളാഹിനോടും സൃഷ്ടികളോടുള്ള ബന്ധം ഏറ്റവും നന്നായി പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിനാണ് എന്ത് പറയാ, തഖ്വ എന്ന് പറയാം. അങ്ങനെ ആ തഖ്വ ഉള്ള ആക്കാണ് മുത്തഖി എന്ന് പറയാം. അങ്ങനെ മുത്തഖികളായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്
ഈ ഗ്രന്ഥം കൃത്യമായി മാർഗദർശനം നൽകും. അപ്പോൾ അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു, ഇതാകുന്നു യഥാർത്ഥ ഗ്രന്ഥം, ലാ റൈബ ഫീഹി, ഇതിൽ യാതൊരു സംശയവുമില്ല, ഹുദൻ ലിൽ മുത്തഖീൻ, ഇത് സൂക്ഷ്മാലുക്കൾക്ക് മാർഗം കാണിക്കുന്ന, വഴി കാണിക്കുന്ന വേദഗ്രന്ഥമാകുന്നു എന്ന് തുടങ്ങിക്കൊണ്ടാണ് സൂറത്തുൽ ബഖറ ആരംഭിക്കുന്നത്. അള്ളാഹു ഈ ആയത്തുകളൊക്കെ കൃത്യമായി പഠിക്കുവാനും ഇതിൻ്റെ വെളിച്ചം ജീവിതത്തിൽ സ്വീകരിക്കുവാനും ആ വെളിച്ചത്തിലൂടെ മുന്നോട്ട് പോയി മരിച്ച് ഈ ഖുർആൻ സൂറത്തിൻ്റെ എന്താ പറയുക ശുപാർശയും അതിലൂടെ കിട്ടുന്ന തണലും ആശ്വാസവും ഒക്കെ നേടിയെടുക്കാനുള്ള സൗഭാഗ്യം നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.